ഇന്ന് വ്യത്യസ്തമായൊരു വിഷയമാണ് ന്യൂസ് 18 പൊതുവേദി കൈകാര്യം ചെയ്യുന്നത്. കേരളം ഒരിക്കൽ നടുങ്ങിയ സോളാർ തട്ടിപ്പിൻ്റെ കഥകളറിയില്ലേ? അതിലെ മുഖ്യപ്രതി ബിജു രാധാകൃഷ്ണനെ ഓർമ്മയില്ലേ? പുതിയ രൂപത്തിൽ, പുതിയ ഭാവത്തിൽ അയാൾ തട്ടിപ്പിന് വീണ്ടും ഇറങ്ങിയിരിക്കുകയാണ്. സന്നദ്ധ സംഘടനകളിൽ നിന്ന് കോടികളാണ് തട്ടിയെടുക്കുന്നത്. കോടികൾ വാഗ്ദാനം ചെയ്യുന്നു, കോടികൾ തട്ടിയെടുക്കുന്നു. അതാണ് പുതിയ പരിപാടി. കേരളം ഇങ്ങനെ തട്ടിപ്പുകാരുടെ ഇഷ്ടകേന്ദ്രമായി തുടരുന്നത് എന്തുകൊണ്ട്? എത്ര കിട്ടിയാലും മലയാളി പഠിക്കില്ല എന്നുണ്ടോ? അത് പൂർണ്ണമായി ഈ തട്ടിപ്പുകാർ തിരിച്ചറിഞ്ഞു കഴിഞ്ഞു. എറണാകുളം പോലെ ഒരു വൻ നഗരത്തിൽ ഇതുപോലെ അപങ്കുരം തട്ടിപ്പ് നടത്താൻ ബിജു രാധാകൃഷ്ണൻ വീണ്ടും എത്തിയത് എന്തുകൊണ്ട്? എല്ലാ അന്വേഷണ സംവിധാനങ്ങളുടെയും കണ്ണുവെട്ടിച്ച് വിലസാൻ ബിജു രാധാകൃഷ്ണന് എങ്ങനെ കഴിഞ്ഞു? ന്യൂസ് 18 കേരളം ചർച്ച ചെയ്യുന്നു. എല്ലാവർക്കും പൊതുവേദിയിലേക്ക് സ്വാഗതം. തട്ടിപ്പിൻ്റെ നാടോ കേരളം. യെസ്, എന്നോടൊപ്പം ആദ്യം MS അനീഷ് കുമാർ, നമ്മുടെ ലേഖകൻ MS അനീഷ് കുമാർ ചേരുകയാണ്. വലിയൊരു തട്ടിപ്പിൻ്റെ കഥയാണ് MS അനീഷ് കുമാർ പുറത്തു കൊണ്ടുവന്നിട്ടുള്ളത്. പൊതുവേദി പ്രേക്ഷകർക്കായി വളരെ ചുരുങ്ങിയ വാക്കുകളിൽ അതൊന്ന് വിവരിക്കാമോ അനീഷ്? മനു, കഴിഞ്ഞ കുറച്ച് നാളുകൾക്ക് മുമ്പ് കേരളം ഏറ്റവും അധികം കേട്ട ഒരു തട്ടിപ്പിന്റെ വാർത്തയായിരുന്നു സോളാർ തട്ടിപ്പ്. ഇതുമായി ബന്ധപ്പെട്ട പ്രതി പിന്നീട് ഭാര്യയെ കൊന്ന കേസുമായി ബന്ധപ്പെട്ട് ജയിൽ ശിക്ഷ അനുഭവിക്കുകയും അയാളെ പുറത്തേക്ക് ഇറക്കിയ, അല്ലെങ്കിൽ സുപ്രീം കോടതിയിൽ നിന്നും അനുകൂല ഉത്തരവിലൂടെ കുറ്റവിമുക്തയാക്കുകയും ചെയ്ത അഭിഭാഷകയോടൊപ്പം ചേർന്ന് ഒരു തട്ടിപ്പ് നടത്തുന്നു എന്ന വിവരങ്ങളാണ് നമുക്ക് ലഭിച്ചത്. ഇതേ തുടർന്നാണ് നമ്മൾ ആഴ്ചകൾ നീളുന്ന അന്വേഷണം നടത്തിയത്. ആദ്യം ഈ അപ്പൊ അതിൽ അനീഷ് ഇതിന് ഒരു തട്ടിപ്പിന് ഇരയാകുന്ന ഒരാളെ പോലെ വേഷം കെട്ടി അങ്ങോട്ട് ചെല്ലുകയായിരുന്നു അല്ലേ? അങ്ങനെയല്ലേ സംഭവിച്ചത്? തീർച്ചയായും ഞാനൊരു ഇടനിലക്കാരൻ എന്ന രീതിയിലാണ് ചെന്നത്. അതായത് എനിക്ക് കുറച്ച് ട്രസ്റ്റുകളെ പരിചയമുണ്ട്. ആ ട്രസ്റ്റുകൾക്ക് ഈ CSR ഫണ്ട് വാങ്ങാൻ താല്പര്യമുണ്ട്. അതുകൊണ്ട് താങ്കൾ ഇതിനുള്ളൊരു സൗകര്യം ചെയ്യണമെന്ന രീതിയിലാണ് ചെന്നത്. ആദ്യം 3 ട്രസ്റ്റുകളുമായി ഞാൻ ചെന്നെങ്കിലും 3 ട്രസ്റ്റുകളെയും ഇയാളുടെ ജീവനക്കാർ, മാനേജരും മറ്റു ഓഫീസിലെ ആളുകളും ഒക്കെ സ്ക്രീൻ ചെയ്യുകയും അകത്തേക്ക്, അതായത് ബിജു രാധാകൃഷ്ണന്റെ അടുത്തേക്ക് കടത്തി വിടുകയും ചെയ്തില്ല. ഏറ്റവും ഒടുവിൽ 4ാമത്തെ ട്രസ്റ്റുമായി ഞാൻ എത്തിയപ്പോഴാണ് അവർ കഴിഞ്ഞ 3 വർഷത്തിനുള്ളിൽ 36 കോടിയോളം രൂപയുടെ ഇടപാടുകൾ നടത്തിയിട്ടുണ്ടെന്ന് രേഖകളടക്കം ആളുകളോട് പറയുകയാണ്, നിങ്ങൾക്ക് ഞാൻ കോടികൾ വാങ്ങിച്ചു തരാം. അപ്പൊ സന്നദ്ധ സംഘടനകൾ ഇത് സാധാരണക്കാർക്ക് ഗുണമാകുമല്ലോ എന്ന് കരുതി അങ്ങോട്ട് എത്തുന്നു. അവർക്ക് കോടികൾ വാഗ്ദാനം ചെയ്യുന്നു. അവർ ഇതുവരെ പിടിച്ചെടുത്ത പണം മുഴുവൻ തട്ടിയെടുത്ത് സ്ഥലം വിടുന്നു. അതാണ് രീതി അല്ലേ? തീർച്ചയായും അങ്ങനെ തന്നെ. നമ്മളിപ്പോൾ ചെല്ലുമ്പോൾ ഒരു മെഡിക്കൽ കോളേജ് നിർമ്മിക്കാം, അല്ലെങ്കിൽ ഈ വലിയൊരു മറ്റേ ജൈവ കൃഷിയുമായി ബന്ധപ്പെട്ട കേന്ദ്രം സ്ഥാപിക്കാം, വയോജനങ്ങൾക്ക് തങ്ങുന്നതിനുള്ള 1000 കോടിയുടെ പ്രോജക്റ്റ് എന്നിങ്ങനെയൊക്കെയാണ് പറയുന്നത്. അപ്പോൾ സ്വാഭാവികമായും ചെറിയ രീതിയിൽ പ്രവർത്തിക്കുന്ന സന്നദ്ധ സംഘടനകൾക്ക് ഒരു പ്രലോഭനമാണ്. കാരണം 100 കോടി രൂപ, 1000 കോടി രൂപയൊക്കെ മാസങ്ങൾക്കുള്ളിൽ അക്കൗണ്ടിലേക്ക് വരികയെന്ന് പറയുമ്പോൾ അതൊരു പ്രലോഭനമാണ്. അതുകൊണ്ട് ഈ വാക്ക് വിശ്വസിച്ച് ഇയാൾ ആവശ്യപ്പെടുന്ന പോലെ പലപ്പോഴായി 2 ലക്ഷവും 3 ലക്ഷവും 5 ലക്ഷവും. പക്ഷേ അനീഷ്, ഇപ്പൊ ഈ വിഷയം അനീഷ് പൊതുജനത്തിന്റെ ശ്രദ്ധയിലേക്ക് കൊണ്ടുവന്നു. ഇപ്പോഴിത് വാർത്തയായി ചർച്ച ചെയ്യപ്പെട്ടു. തുടർന്ന് ഞാൻ മനസ്സിലാക്കുന്നത് അന്വേഷണ ഏജൻസികൾ അനീഷുമായി ബന്ധപ്പെട്ടു എന്നാണ്. തുടർന്ന് എന്ത് സംഭവിച്ചു അനീഷ്? പോലീസ് ഉദ്യോഗസ്ഥർ എന്നോട് ബന്ധപ്പെട്ട് എവിടെയാണ് സ്ഥാപനം മറ്റുമൊക്കെ എന്ന് നോക്കുകയും അവിടെ പോയി പരിശോധന നടത്തുകയും അതിന്റെ ഉടമ, ഈ സ്ഥലത്തിന്റെ ഉടമയുമായി ബന്ധപ്പെട്ട് ഏത് രീതിയിലാണ് സ്ഥാപനം വാടകയ്ക്ക് എടുത്തിരിക്കുന്നതൊക്കെ എന്ന് അന്വേഷിക്കുകയും ചെയ്തു. പക്ഷേ എന്തായാലും രാവിലെ ഈ ജീവനക്കാരി, ആദ്യം എത്തുന്ന ജീവനക്കാരി ഈ സ്ഥാപനത്തിൽ എത്തിയപ്പോഴേക്കാണ് നമ്മുടെ വാർത്ത പുറത്തു വരുന്നത്. ഉടൻ തന്നെ ആ സ്ഥാപനത്തിന്റെ ലൈറ്റ് പോലും ഓഫ് ആക്കാതെ ഗേറ്റും പൂട്ടി അവർ കടന്നു. ബിജു രാധാകൃഷ്ണനും മറ്റ് ആ സ്ഥാപനത്തിലെ ഒരു ജീവനക്കാരും ഫോൺ അറ്റൻഡ് ചെയ്യുന്നില്ല. എന്തായാലും പോലീസ് ഇക്കാര്യത്തിൽ പ്രാഥമിക പരിശോധനകൾ ആരംഭിക്കുകയും ചെയ്യുന്നുണ്ട്. ഇതൊരു തട്ടിപ്പുകാരനല്ലെങ്കിൽ എന്തിനാണ് ഇത്ര പെട്ടെന്ന് ഒരു വാർത്ത വന്ന ഉടനെ സ്ഥാപനം പൂട്ടി രക്ഷപ്പെടേണ്ട ആവശ്യം? അവർക്ക് നിയമാനുസൃതമായ രേഖകൾ ഉണ്ടെങ്കിൽ വ്യക്തമല്ലേ? ഇത് അങ്ങേയറ്റം വ്യക്തമായ ഒരു കാര്യമല്ലേ? ഓക്കെ, അപ്പൊ എന്തായാലും അനീഷ്, ഞാൻ അനീഷിലേക്ക് നമ്മുടെ പ്രേക്ഷകർ എന്തെങ്കിലും സംശയം ഇതിൽ രേഖപ്പെടുത്തുക, അല്ലെങ്കിൽ ഇതിൽ എന്തെങ്കിലും കൂടുതൽ അറിയാനുണ്ടെങ്കിൽ ഞാൻ വീണ്ടും അനീഷിലേക്ക് വരാം. ഇപ്പോൾ നമ്മുടെ പ്രേക്ഷകൻ ശ്രീ ശശിധരൻ വയലാർ എന്നോടൊപ്പം ചേരുകയാണ്. ശശിധരൻ വയലാർ, ഈ തട്ടിപ്പുകൾക്ക് ഇങ്ങനെ കേരളം നാടാകുന്നത് എന്തുകൊണ്ടാണ്? അത് ഹരിചന്ദ്രയിലെ ഗാനമാണ് എന്നും മുഴങ്ങി കേൾക്കുന്നത് കാതുകളിൽ. കാരണം 10 ലഭിച്ചാലായി 100 മോഹം, 100 1000 ആക്കാൻ മോഹം, 1000 10,000 ആകണം, ആശയ്ക്കുലകിൽ അളവുണ്ടാമോ. ഈ ഗാനമാണ് ഇന്നും നമ്മുടെ കേരളത്തിലെ ഒരു ശാപമായിട്ട് കിടക്കുന്ന. ആ ഗാനമാണ് എല്ലാവരും
മനസ്സിൽ കൊണ്ടു നടക്കുന്നത്. കാരണം എങ്ങനെയും പണം അപ്പൊ ഉണ്ടാക്കണം. സമയക്കുറവ് കൊണ്ടാണ് നമുക്ക് കൂടുതൽ പ്രേക്ഷകരിലേക്ക് പോകേണ്ട. അങ്ങയുടെ അഭിപ്രായം വ്യക്തമാണ്. സന്തോഷ് എന്നോടൊപ്പം ചേർന്ന് കാസർഗോഡ് നിന്ന്. സന്തോഷ്, ഈ അന്വേഷണ ഏജൻസികൾ എല്ലാം വട്ടമിട്ട് പറക്കുന്ന കൊച്ചി പോലെ ഒരു നഗരത്തിലാണ് കേട്ടോ. അവിടെ DRIക്ക് ഓഫീസുണ്ട്, അതുപോലെ NIAക്ക് ഓഫീസുണ്ട്, എല്ലാ അന്വേഷണ സംവിധാനങ്ങൾക്കും ഓഫീസുണ്ട്, ക്രൈംബ്രാഞ്ചിന് ഓഫീസുണ്ട്. ഇതിൻ്റെയൊക്കെ നടുവിൽ ഈ തട്ടിപ്പുകാരൻ വീണ്ടും വേഷം മാറി പുതിയ പേരിൽ ബിജു തോമസ്, ബിജു ജേക്കബ് എന്നൊക്കെ പറഞ്ഞ് വരികയാണ്. എന്താണ് ശ്രീ സന്തോഷിന് ഇത് കേൾക്കുമ്പോൾ തോന്നുന്നത്? സാറ് പറഞ്ഞ പോലെ ഈ അന്വേഷണ ഏജൻസികളും പോലീസും ഇതൊക്കെ ഉള്ള സ്ഥലത്താണ് ഏറ്റവും കൂടുതൽ തട്ടിപ്പ് നടത്താൻ ഏറ്റവും കൂടുതൽ നല്ലത്. കാരണം സാറേ അത് മനസ്സിലാകാത്തതാണ്. കാരണം നമ്മൾ പോലീസ് സ്റ്റേഷന്റെ അടുത്താണ് ഏറ്റവും കൂടുതൽ കഞ്ചാവ് വിൽക്കാൻ ഏറ്റവും എളുപ്പം എന്ന് പറയുന്നത്. കാരണം എന്താ പറയുക, അവിടെ അന്വേഷണം ഈ പോലീസിനെ പേടിച്ച് അവിടെ പോലീസിന്റെ വിചാരം അല്ലെ, അങ്ങനെയുള്ള അടുത്താണ് ഏറ്റവും കൂടുതൽ തട്ടിപ്പ് നടക്കുന്നത് ഈ അന്വേഷണ ഏജൻസികൾ. പിന്നെ ഈ ബിജു രാധാകൃഷ്ണൻ എന്ന് പറഞ്ഞ പിന്നെ അയാള് നേരത്തെ മാധ്യമങ്ങളിൽ നിറഞ്ഞൊരു വ്യക്തിയാണ് അല്ലെ. അപ്പൊ ഈ ലൈസൻസ് കൊടുക്കുമ്പോൾ എന്താണ് ഒരു ഏജൻസി ഒക്കെ തുടങ്ങുമ്പോൾ ലൈസൻസ് കൊടുക്കേണ്ടി വരുമല്ലോ. ആരും ഇത് അറിയുന്നില്ല എന്നുള്ളതാണ്. തദ്ദേശ സ്ഥാപനങ്ങൾ, അവിടുത്തെ പഞ്ചായത്ത് മെമ്പർ, അവിടുത്തെ ലോക്കൽ ബീറ്റ് നോക്കുന്ന പോലീസ് ആരും അറിയുന്നില്ല. സോളാർ കേസ് നടന്ന സമയത്ത് മാധ്യമങ്ങളിൽ നിറഞ്ഞിരുന്ന വ്യക്തിയാണ് ഈ ബിജു രാധാകൃഷ്ണൻ. അന്ന് സോളാർ പരിചയന മാത്രം നോക്കി എല്ലാവരും. ആ ഫോട്ടോ ഇപ്പൊ എവിടെ കണ്ടാലും ആൾക്ക് തിരിച്ചറിയും. പക്ഷെ ബിജു രാധാകൃഷ്ണന്റെ ഫോട്ടോ കണ്ട തിരിച്ചറിയില്ല. ശരിയാ. ഏതായാലും വ്യക്തമാണ് താങ്കളുടെ അഭിപ്രായത്തിൽ. കൂടുതൽ ആളുകൾ ഉള്ളത് കൊണ്ടാണ് ഞാൻ സന്തോഷിലേക്ക് വരാം. അപ്പം ശ്രീദേവി എന്നോടൊപ്പം യൂട്യൂബിൽ ചേർന്നിട്ട് പറയണം, അവിടെ നല്ല മഴയാണ് സാർ. ഇവിടെ എവിടെയാണ് നല്ല മഴ എന്ന് എനിക്കറിയില്ല. കൊച്ചിയിൽ കൊച്ചിയിൽ നിന്നാണോ വിളിക്കുന്നത്? ഓക്കെ. അപ്പോൾ കൊച്ചിയിൽ ഭയങ്കര മഴയെന്നാണ് എന്നോട് പറയുന്നത്. കൊച്ചിയിൽ മഴയാണ്, അതിനോടൊപ്പം തട്ടിപ്പിൻ്റെ ചൂടുള്ള വാർത്തകളും വരുന്നുണ്ട്. അനിയൻകുട്ടൻ പത്തനംതിട്ടയിൽ നിന്ന് എന്നോടൊപ്പം വിളിക്കുന്നു. ശ്രീ അനിയൻകുട്ടൻ. നമസ്കാരം. ഇവർക്കൊക്കെ ഈ തട്ടിപ്പ് നടത്താൻ എങ്ങനെയാണ് ശ്രീ അനിയൻകുട്ടൻ ഈ സാവകാശം ഇങ്ങനെ കിട്ടുന്നത്? സാറേ, ഇപ്പം സാറിന് വേണ്ടിലും ആകാം, എനിക്ക് വേണ്ടിലും ആകാം, ആർക്ക് വേണ്ടി തട്ടിപ്പ് നടത്താനും അഴിമതി നടത്താനും അമ്പലക്കൊള്ള നടത്താനും പള്ളിക്കൊള്ള നടത്താനും മുജാഹിദ് കൊള്ള നടത്താനും ഒക്കെ ഇവിടെ അവസരമാണ്. കൊള്ളക്കാരുടെ കേന്ദ്രമാകാൻ പറ്റിയ സ്ഥലമാണ്, വിളനിലമായി മാറുകയാണ്. അല്ല സാറേ, നിർത്തല്ലേ. ഞാൻ കഴിഞ്ഞ ദിവസം ഒന്നും പിടിച്ചിട്ട് എനിക്ക് കിട്ടിയില്ല. ഇങ്ങനെയുള്ള സംസ്ഥാനമാക്കി ഈ 10 വർഷം ഈ പിണറായിസം, അതായത് ചൈനീസ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ പിണറായിസം ഈ കേരളം ഇല്ലാതെ. എന്നിട്ട് മതേതരത്വം പറയാവാ. ഈ മതേതരത്വം പറയാൻ ഇവരുടെ ആൾക്കാർ വന്ന് ഈ ചാനലിൽ വന്ന് ഇന്ന് പറയുന്നുണ്ടല്ലോ, ഉള്ള പറഞ്ഞാൽ ചെറുപ്പക്കാർ കൂടെ ഇല്ലാതെ കൊണ്ടിരിക്കുക. ആ കഷ്ടമുണ്ട് അവർക്ക്. ഈ പിണറായിയൊക്കെ ഇങ്ങനെ താങ്ങി പറയുക എടുക്കുകയൊക്കെ ചെയ്യുന്നത് കഷ്ടമാണെന്നാ ഇത് 10 വർഷം കൊണ്ട് അമ്പലക്കൊള്ള നടത്താനും പള്ളിക്കൊള്ള നടത്താനും അങ്ങ് നേരത്തെ പറഞ്ഞല്ലോ. അപ്പൊ രാധാകൃഷ്ണൻ വൈറ്റിലയിൽ നിന്ന് എന്നോടൊപ്പം ചേർന്ന് കുറെ ആളുകളുള്ളതാണ്. ശ്രീ നമ്മുടെ സ്ഥിരം പ്രേക്ഷകനാണല്ലോ ശ്രീ രാധാകൃഷ്ണൻ ഈ വൈറ്റിലക്കാരനാണല്ലോ. ഈ കൊച്ചിയിൽ ഈ തട്ടിപ്പുകാരൊക്കെ വന്ന് ഇങ്ങനെ വലിയ ആഡംബര ഓഫീസൊക്കെ തുടങ്ങുമ്പോൾ അത് ശ്രദ്ധിക്കാതെ പോവുകയാണല്ലേ? അവിടെ എല്ലാവർക്കും ആഡംബര ഓഫീസ്, അതുകൊണ്ടാണോ? ആദ്യം തന്നെ നമ്മുടെ ന്യൂസ് 8ക്കും അതുപോലെ ഈ അതിന്റെ റിപ്പോർട്ടർക്കും ഈ പുറത്തു കൊണ്ടുവന്ന റിപ്പോർട്ടർക്കും പ്രത്യേക അഭിനന്ദനങ്ങൾ. ഇതുപോലെയുള്ള തട്ടിപ്പുകൾ പുറത്തു കൊണ്ടുതന്നെയില്. പിന്നെ അതുകൂടാതെ ഇപ്പൊ ഈ കൊച്ചിയിൽ സംഭവിച്ചോളൂ. ഇപ്പൊ കൊച്ചിയിൽ എന്ന് വെച്ചാൽ ഒരു കേസിൽ പിടിച്ചു കഴിഞ്ഞാൽ പലരും പല സ്ഥലങ്ങളിലും ഇപ്പൊ ഇടുക്കിന്ന് വരെയും കേസ് നടത്തി. അവിടെ കേസ് പത്രത്തിൽ വന്ന് പോലീസിൽ കേസുള്ള കേസ് നമ്പർ വരെ എന്റെ കയ്യിൽ ഇരിക്കുന്നുണ്ട്. ജിൻസ് എന്ന് പറഞ്ഞ് ഒരു തട്ടിപ്പുകാരൻ വൈറ്റിലയിൽ തന്നെ തുടങ്ങിയിട്ടുണ്ട്. കാരണം സെന്റ് ജോർജ് ഇന്റർനാഷണലിൽ നിന്നുണ്ട് ഒരു സാധനം തുടങ്ങിയിട്ടുണ്ട്. പുള്ളിയും ഇതുപോലെ വിദേശത്ത് ആളുകളെ കൊണ്ടുവരാന്നുണ്ട് കാശൊക്കെ മേടിച്ച് ചെയ്യുന്ന കാര്യങ്ങളാ. ആളുകളെ പറ്റിക്കുന്നതായിരിക്കും. എന്റെ നഷ്ടപ്പെട്ടിട്ടില്ല, നമ്മൾ നഷ്ടപ്പെട്ടില്ല. കാരണം പലരും പരാതി വന്ന് പറയേ. അതുപോലെ തന്നെ ഇപ്പൊ ഈ ഇത്രയും വലിയൊരു കേസിലും സോളാർ കേസിലും കൊലപാതക കേസിലും പ്രതിയായ ആളെ പോലീസുകാർ തിരിച്ചറിയില്ല എന്ന് പറഞ്ഞാൽ എന്ത് സംവിധാനമാണ് ഇവിടെ ഇന്നിപ്പോ ഈ പോലീസിന് തിരിച്ചറിയാൻ വേണ്ടി പല ഇതുമില്ലേ, ഷാഡോ പോലീസ്, സ്പെഷ്യൽ ബ്രാഞ്ച്, അങ്ങനെ സൈബർ സെല്ല്, ഇങ്ങനെയുള്ള അന്വേഷണ ഏജൻസികളൊക്കെ ഉണ്ട് ഇതിനെ കുറിച്ചൊക്കെ അന്വേഷിക്കാൻ. ഇവരൊക്കെ ഈ ജയിലിൽ നിന്ന് ഇറങ്ങിക്കഴിഞ്ഞാൽ എന്ത് ചെയ്യണ്, എന്താണ് ഇവരുടെ പരിപാടി എന്ന് എങ്കിലും ഇവർക്ക് അന്വേഷിക്കാൻ പാടില്ല. അവരെ കുറിച്ചൊന്നും അന്വേഷിക്കില്ല. പാവപ്പെട്ട നെഞ്ചത്തേക്ക് കയറലാണ്. ഇതിന് പഞ്ചായത്ത് മുനിസിപ്പാലിറ്റി ഒക്കെ ഒത്താശ കൊടുക്കണേ ഇവർക്ക് ലൈസൻസ് കൊടുക്കാൻ. പല പരാതിയും കൊടുക്കരുതെന്നുണ്ട്, പോലീസിലും പോയിട്ടുണ്ട്. പക്ഷെ എന്നാലും ഇവര് തുറന്ന് പ്രവർത്തിക്കും. അവരൊക്കെ ഞങ്ങൾ എന്ത് ചെയ്യാനാണ് ചോദിക്കണം പോലീസുകാർ. കാരണം പോലീസുകാർ കാശ് കിട്ടിക്കഴിഞ്ഞാൽ അതും മേടിച്ചിട്ട് ഇവർക്ക് ഒത്താശ ചെയ്ത് കൊടുക്കും. കോംപ്രമൈസ്, ഇവർക്ക് കോംപ്രമൈസാണ് കാശുകാരുടെ കാര്യത്തിൽ. പാവങ്ങളുടെ നെഞ്ചത്തേക്ക് കയറാനായിട്ട് ഒരു പ്രശ്നവും. അപ്പൊ ഇത്രയും ആളുകളെ വളർത്താൻ വേണ്ടിയുള്ള സംവിധാനങ്ങളാണ് ഇന്ന് ഇവിടുത്തെ അന്വേഷണ ഏജൻസികൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. കാശ് കിട്ടിയാൽ എന്ത് ചെയ്യുന്ന
അപ്പോൾ മറ്റുകൂടി പ്രേക്ഷകരുള്ളത് അത് അങ്ങനെ ഞാൻ നമ്മുടെ സ്ഥിരം പ്രേക്ഷകനാണല്ലോ. ശ്രീ ജോസഫ് എന്നോടൊപ്പം ബാംഗ്ലൂരിൽ നിന്ന് വിളിക്കുന്നുണ്ട്. ശ്രീ ജോസഫ്, ഇയാൾക്ക് ബാംഗ്ലൂരിലും ഓഫീസുണ്ടെന്നാണ് പറയുന്നത്. ഇത് NGO-കളെ സഹായിക്കാം എന്ന് പറഞ്ഞ് വരികയാണ്. അപ്പോൾ NGO-കൾ അവർ ചെറിയ അവിടുന്ന് ഇവിടുന്ന് ഒക്കെ ചെറിയ സമ്പാദ്യമൊക്കെ ആയിട്ട് ചെല്ലുമല്ലോ. അപ്പോൾ അവരോട് വലിയ വലിയ പദ്ധതികൾ പറയുക, എന്നിട്ട് പറഞ്ഞു കൊടുക്കുന്നത് ഈ ശ്രീധന്യ എന്നൊരു കുട്ടി IAS പാസ്സായിരുന്നു. ഞാൻ വയനാട്ടിൽ നിൽക്കുമ്പോഴാണ് ആ സന്തോഷ വാർത്ത ഞാൻ കേൾക്കുന്നത്. ശ്രീധന്യക്ക് IAS കിട്ടി. വയനാട്ടിലെ ഞങ്ങളൊക്കെ മാധ്യമപ്രവർത്തകർ ഓടി ആ വീട്ടിലേക്ക് ചെന്നപ്പോൾ അത് വളരെ ഒരു ദരിദ്ര സാഹചര്യത്തിൽ നിന്ന് ഒരു വീടെന്ന് പറഞ്ഞാൽ ആകെ കൂടി തേക്കാത്തൊരു വീട്, കട്ടിലൊക്കെ കണ്ടപ്പോൾ തന്നെ ഞങ്ങൾക്ക് സങ്കടം. ആ ഒരു സാഹചര്യത്തിൽ നിന്ന് ആ പെൺകുട്ടി പഠിച്ച് IAS ആക്കിയപ്പോൾ ആ കുട്ടിയുടെ പേര് വരെ ഉപയോഗിക്കുകയാണ്, ഞങ്ങളാണ് പഠിപ്പിച്ചതെന്നൊക്കെ പറഞ്ഞ് തട്ടി വിടുകയാണ്. ഇത് എന്തൊരു സംഭവമാണ് ഈ നാട്ടിൽ നടക്കുന്നതെന്നാണ്. ഗുഡ് ഈവനിങ് മനു. ആദ്യമായിട്ട് പറഞ്ഞോട്ടെ, നമ്മുടെ ക്രിസ്റ്റഫറിന്റെ റഫറൻസ് ഒന്ന് പറയേണ്ടി വന്ന അദ്ദേഹത്തിന് വിരോധമൊന്നും ഉണ്ടായിട്ടല്ല. മാധ്യമങ്ങൾ ചെയ്യുന്ന ജോലി എന്താണെന്ന് അദ്ദേഹം ഒന്ന് കണ്ണു തുറന്നു വന്നാൽ നന്നായിരിക്കും. അല്ല, ശ്രീ ക്രിസ്റ്റഫറിൻ്റെത് മാത്രമായ ഒരു അഭിപ്രായമാണെന്നാണ് എനിക്ക് തോന്നുന്നത്. അതെ, ഇതെങ്ങനെയാണെന്നറിയാമോ ശ്രീ ജോസഫ്? ഇത് പലയിടങ്ങളിൽ ഞങ്ങൾ നേരിടുന്നതാണ്. മറ്റു ചിലയിടങ്ങളിൽ ഞങ്ങൾ ഇതെന്തെങ്കിലും പറയുമ്പോൾ ഉടനെ ഞങ്ങൾ ദേശവിരുദ്ധരാണ്. ഉത്തരേന്ത്യയിലൊക്കെ ചെന്നാൽ ഞങ്ങളുടെ മാധ്യമപ്രവർത്തകർ നേരിടുന്നത് എന്തെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ ആൻറ്റി നാഷണലാണ്, നിങ്ങൾ ദേശവിരുദ്ധരാണെന്ന് പറയും. കേരളത്തിലെത്തുമ്പോൾ ഞങ്ങൾ ഇതുപോലെ വർഗീയവാദികളാവും, അല്ലെങ്കിൽ കമ്മ്യൂണിസ്റ്റ് വിരുദ്ധർ, ഇങ്ങനെ ബ്രാൻഡിംഗ് ആണ്. ഇതിനെതിരെ അതിജീവിച്ച് ഇതിനെതിരെ പോരാടി ഇടിച്ച് തന്നെയാണ് ഞങ്ങൾ മുന്നേറിയത്. അപ്പോൾ അത് ഞങ്ങൾ ഇനിയും അത് തുടരുന്നു. അല്ലാതെ തീർച്ചയായിട്ടും അതിന് അഭിനന്ദനങ്ങൾ അർഹിക്കുന്നു. പക്ഷെ ഈ മാധ്യമത്തിന്റെ ബലം ഇവർക്ക് ഇത്രയും അദ്ദേഹം പറയുന്നുണ്ട്, അദ്ദേഹം കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ മെമ്പറാണെന്ന് പറയുന്നുണ്ട്. അവർക്ക് ഈ മാധ്യമത്തിന്റെ എന്താണെന്ന് അറിയത്തില്ലല്ലോ എന്ന് ഓർക്കുമ്പോഴാണ് ഈ സങ്കടം തോന്നുന്നത്. അതോടൊപ്പം ഈ സംഭവത്തിലേക്ക് വന്നു കഴിഞ്ഞാല് ഇന്റലിജൻസ് എന്ന് പറയുന്ന ഒരു സംവിധാനമുണ്ട്. അതിനൊരു DGP ഉണ്ട്. പാരലായിട്ട് 4 DGP-മാർ ഒരു DGP ആയി ബിഹേവ് ചെയ്ത ഇന്റലിജൻസ്. അവരുടെ കീഴിൽ ഓരോ ഡിസ്ട്രിക്റ്റിലും SP റാങ്കിലുള്ള ഓഫീസേഴ്സ് ഉണ്ട്. ഇവരുടെ ജോലി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല് ഇവൻ ഒരു കള്ള് ഷാപ്പിൽ, എനിക്കറിയാവുന്നതുകൊണ്ട് പറയാണ്, പോലീസ് ഫണ്ടുണ്ട്. ഇതിന് ഉൾപ്പെട്ട ഒരു പോലീസുകാരന് ഒരു ഹോട്ടലിൽ പോയി ഷാപ്പോട്ട് കഴിച്ചാൽ ഫ്രീയാ. എന്തിനാണെന്ന് അറിയാം, അവിടെ പോയി ചെന്ന് അവരോട് ഇരുന്ന് ആഹാരമൊക്കെ കഴിച്ച് അവിടെ നടക്കുന്ന പരിപാടികളൊക്കെ ആരൊക്കെയാണ് അവിടെ വരുന്നത്, കള്ളുപിടിക്കുന്നവർ ആരൊക്കെയാണ്, അവരുടെ വായിൽ ഇത് വീഴുന്നത് എന്തൊക്കെയാണ്, ഇതൊക്കെ കളക്ട് ചെയ്യാന്നാണ് ഇവരുടെ ഉദ്ദേശം. ഇതിനെ പൈസ കൊടുത്ത് വിട്ടിരിക്കുന്നത്. അപ്പം പുതിയതായിട്ടൊരു കൊച്ചി പോലുള്ള ഒരു സിറ്റിയില് ഒരു ഓഫീസ് തുറക്കുന്നു, ഒരു പുതിയ സ്ഥാപനം വരുന്നു. അപ്പൊ ഇതിനെ ഷാഡോ ആയിട്ടല്ല, നേരിട്ട് തന്നെ പോയിട്ട് ചോദിക്കുക, നിങ്ങളുടെ പ്രവർത്തനം എന്താണ്, നിങ്ങൾക്ക് എവിടെ നിന്നൊക്കെ ലൈസൻസ് ഉള്ളത്, ഏത് CSR കമ്പനിയുടെ ഫണ്ടാണ് നിങ്ങൾക്ക് വരാൻ പോകുന്നത്, ഈ കാര്യങ്ങളെ പറ്റി ഒരു കളക്ഷൻ ചെയ്തില്ലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ തിരിച്ചു വരുന്നത് ഇവിടുത്തെ ഈ ഭരണ സംവിധാനത്തിന്റെ പരാജയം. അവരിപ്പോ എങ്ങനെയാണ് അധികാരത്തിൽ വരിക? അതേസമയം ശ്രീ ജോസഫ്, ഒരാൾ ഒരു നിർമ്മാണശാലയോ ഒരു വ്യവസായ സ്ഥാപനമോ തുടങ്ങാനായി ഏതെങ്കിലും ഒരു സ്ഥലത്ത് ചെന്നാൽ പിന്നെ ഈ ഉദ്യോഗസ്ഥർ എന്തൊക്കെ രേഖകൾ ആവശ്യപ്പെടുന്നു അല്ലേ? നമ്മളിപ്പോൾ ഒരു വ്യവസായ സ്ഥാപനം തുടങ്ങാൻ ചെന്നാൽ, ഇപ്പോൾ കേരളത്തിൽ അതൊക്കെ മാറി കുറേയൊക്കെ മെച്ചപ്പെട്ടെന്ന് പറയാം. ആ നാട്ടിലെ രാഷ്ട്രീയ നേതാക്കൾ ഉൾപ്പെടെ പിരിവുകാർ, എത്ര പ്രശ്നങ്ങളാണ്. പക്ഷേ ഇതുപോലെ തട്ടിപ്പുകാർക്ക് ചെന്ന് സുഖമായ ഒരു ബോർഡ് വെച്ച് അങ്ങ് തുടങ്ങാൻ കഴിയുകയാണ്. അല്ല, തുടങ്ങാൻ കഴിയല്ല മനു. അവർക്ക് പോയിട്ട് അവരുടെ ഈ ഉദ്ഘാടനത്തിന് പോയി പറയപ്പെടുന്ന രാഷ്ട്രീയ നേതാക്കന്മാരും ഒക്കെ പോയി ഇന്ന് കട്ട് ചെയ്ത് ഓപ്പൺ ചെയ്ത് കൊടുക്കുക കൂടെ ചെയ്യുന്നുണ്ട്. നമുക്ക് വെറുതെ ഫോട്ടോഗ്രാഫ് കാണുന്നതല്ലേ ഇവരോടൊപ്പം നിന്നുള്ള. അപ്പം ഈ കുറെ ഫോട്ടോഗ്രാഫ് സംഘടിപ്പിച്ചുകൊണ്ടാണ് ഇവർ ആദ്യം ഇവരുടെ ഓപ്പറേഷൻ തുടങ്ങുന്നത്. ഞാൻ BD സതീശന്റെ വളരെ ക്ലോസ് ഫ്രണ്ടാണ്, അല്ലെന്നുണ്ടെങ്കിൽ ഇടതുപക്ഷത്തുനിന്നുള്ള ഒരാളെന്റെ വളരെ ക്ലോസ് ഫ്രണ്ടാണ്. അപ്പൊ ഇങ്ങനെയുള്ള പ്രസ്ഥാനങ്ങൾ തുടക്കുമ്പോഴത്തേക്ക് ഇപ്പൊ മനുവിന്റെ കോട്ട് നമ്മുടെ രാധാകൃഷ്ണന്റെ കോട്ടാന്ന് നോക്കുമ്പോൾ നിങ്ങളുടെ വളരെ ചീപ്പ് കോട്ടാ. അവരിട്ടിരിക്കുന്ന കോട്ടിന്റെ വില നോക്കി കഴിഞ്ഞാൽ വളരെ കൂടിയതാണ്. ഞാനിത് ചീപ്പ് ഇത് ഞാനിവിടെ വേറൊരാളുടെ കോട്ട കേട്ടത്. ഞാനിത് മഞ്ജുഷൊക്കെ ഉപയോഗിക്കുന്ന കോട്ടൊക്കെ ഇടയ്ക്ക് ഇടുന്നേ ഉള്ളൂ. എനിക്കായിട്ട് കോട്ടില്ല. അല്ല, ഞാൻ പറയായിരുന്നു മനുവിനൊക്കെ ഇത് അഫോർഡ് ചെയ്യാൻ സാധിക്കില്ല. കിട്ടുന്ന സാലറി കൊണ്ട് കോട്ട് മേടിച്ചുകൊണ്ടിരുന്ന ബാക്കി വീട്ടിൽ കഞ്ഞുപിടിക്കണ്ടേ. ഇവിടെ അതല്ല, ഇത് നാട്ടുകാരുടെ പണം എടുത്തിട്ട് ഇവർക്ക് എന്ത് ഷോയും കാണിച്ച് ഷോയിലെ വീഴുന്ന ആൾക്കാരെ പറ്റി ഞാൻ ഒരിക്കലും പറയത്തില്ല. ഇവിടെ സ്വത്തിനും ജീവനും സംരക്ഷണം തരേണ്ട സർക്കാർ ഈ ആൾക്കാരെ വളർത്തി വിടുകയാണെന്നുള്ളതാണ് എനിക്ക് ഈ കാര്യത്തിൽ പറയാനുള്ളത്. വ്യക്തമാണ്. ഏതായാലും താങ്കളുടെ അഭിപ്രായം. ഇപ്പം ബാംഗ്ലൂരിലാണ് ഇദ്ദേഹത്തിൻ്റെ ഈ മറ്റൊരു ഓഫീസ്, ഈ ബിജു രാധാകൃഷ്ണൻ്റെ. രവീന്ദ്രൻ കൂടി എന്നോടൊപ്പം ചേരുകയാണ് കാഞ്ഞിരപ്പള്ളിയിൽ നിന്ന്. ശ്രീ രവീന്ദ്രൻ, ചുരുങ്ങിയ വാക്കുകളിൽ ഈ തട്ടിപ്പൊക്കെ കാണുമ്പോൾ ശ്രീ രവീന്ദ്രന് എന്ത് തോന്നുന്നു? എന്റെ മനു, ഇതല്ല ഇതിന്റെ അപ്പുറം നടക്കും. ഇവിടെ എന്തെല്ലാം നടന്നു, ഇനിയും നടക്കും.
നിങ്ങൾ ചുവനേരം ഇതിനെ അന്വേഷിച്ച് നിങ്ങൾ ഇതിന്റെ പുറകെ പോവാണ് ഉന്നത പോലീസ് ഉദ്യോഗസ്ഥന്മാരും ഇവിടുത്തെ ഉന്നത രാഷ്ട്രീയ നേതാക്കന്മാരും ഇതിന്റെ അത് ചിലപ്പോൾ ശരിയായിരിക്കും കേട്ടോ. കാരണം മോൻസൺ മാവുങ്കൽ എന്ന് പറഞ്ഞൊരു പാർട്ടി ചെന്നപ്പോ അവിടെ ഈ നാട്ടിലെ വലിയ വലിയ വടിയൊക്കെ പിടിച്ചിരിക്കുന്നത് നാട്ടിലെ വലിയ പോലീസ് മേധാവികളായിരുന്നു. നമ്മൾ ആര് ചിന്തിച്ച കാര്യങ്ങളാണോ അതിനകത്ത് ചെന്ന് വിട്ട് തിരുമാനും തലോടാനും ഒക്കെ പോയ ആൾക്കാരെയൊക്കെ നമ്മൾ കണ്ടതല്ല. അപ്പൊ ഇതുകൊണ്ടൊന്നും ഈ കേരളം നന്നായില്ല. ഇതിനകത്തൊക്കെ പോയി വീഴാതെ നോക്കുക എന്നുള്ളതാണ്. എത്ര പറഞ്ഞാലും കേരളീയർക്ക് മനസ്സിലാകില്ല. കാരണം എന്താ വെച്ചാൽ ഇതുപോലുള്ള തട്ടിപ്പ് ഇനി പല തട്ടിപ്പ് ഇതിൽ വരും. ഇതിനകത്തെല്ലാം പോയി ചാടി വീണ്ടും അയ്യോ പൊത്തോ അയ്യോ അമ്മയെന്ന് കാറിയിട്ട് കാര്യമൊന്നുമില്ല. നിങ്ങളൊക്കെ ചെയ്യുന്ന ഏറ്റവും നല്ല ബാധ്യതർമ്മ ഇതിക്കുള്ളെങ്ങനെ നിങ്ങളെ കൊണ്ടൊക്കെ ചെയ്യാൻ സാധിക്കുന്നത്. ഇങ്ങനെയുള്ള കാര്യങ്ങൾ വെളിപ്പെടുത്തി കൊടുക്കുക എന്നുള്ളത്. അത് കൊടുത്താൽ പോലും ഈ കേരളത്തിലെ ജനങ്ങൾ അംഗീകരിക്കുന്നില്ല. പിന്നെ എന്നെ പോയി ചാടി വീട്ട് വീണു ഇരട്ടിപ്പിക്കാൻ പോകുന്നവന്റെ എല്ലാം ഇങ്ങനെ പോകണം. അത്യാഗ്രഹത്തിന് പോകുന്നവന്റെ എല്ലാം പോകണം. ഇതിനൊന്നും ആവശ്യമില്ല. സത്യസന്ധമായ രീതിയിൽ കാശുണ്ടാക്കാനാണ് നല്ല എന്തെല്ലാം കാരണം ബാങ്കുകളുണ്ടോ ബാങ്കിൽ കൊണ്ട് പൈസ വ്യക്തമാണ്. കൃത്യമാണ്. അപ്പൊ അങ്ങയുടെ അഭിപ്രായം വ്യക്തമാണ്. അപ്പൊ എന്നോടൊപ്പം യൂട്യൂബിൽ കുറച്ച് പേർ ചേരുന്നു. രഘുകുമാർ എന്നോട് പറയുന്നത് എന്തുകൊണ്ട് തട്ടിപ്പ് എന്ന് മനു ചോദിച്ചാൽ, മനു കേരളത്തിൽ മാത്രമല്ല ഇന്ത്യയിൽ ലോട്ടറിയുള്ള മറ്റ് സംസ്ഥാനങ്ങളിൽ ലോട്ടറി ഇല്ലേ? മലയാളിയുടെ ഒരു മൈൻഡ് സെറ്റ് അങ്ങനെയാണ്. വേഗം മലയാളിയെ ഈ പണത്തിൻ്റെ കാര്യത്തിൽ പെടുത്താം എന്നാണ് രഘു എന്നോട് പറയുന്നത്. കുളനടക്കാരൻ അല്ലേ? അപ്പോൾ പ്രമോദ് നാണു എന്നോടൊപ്പം ചേർന്നിട്ടുണ്ട്. സുനിൽ എന്നോടൊപ്പം ചേർന്നിട്ടുണ്ട്. സുനിൽ നമ്മുടെ സ്ഥിരം പ്രേക്ഷകനാണ്. നമസ്കാരം എന്നൊക്കെ എന്നോട് പറയുന്നുണ്ട്. മനു നമസ്കാരം. പണം അല്ല വല്ലതും ഓടും എന്നാണ് പറയുന്നത്. ഓക്കെ. അപ്പോൾ അരുന്ധതി കോലമ്പറമ്പത്ത് എന്നോടൊപ്പം ചേർന്നിട്ടുണ്ട്. നമസ്കാരം എന്ന് പറയുന്നു. അപ്പോൾ പണം ഉണ്ടാക്കാൻ ഇത്തരം കാര്യങ്ങളൊക്കെ ഓടുമെന്നാണ് അരുന്ധതി എന്നോട് പറയുന്നത്. അപ്പോൾ ജയകുമാർ എന്നോട് എനിക്ക് നമസ്കാരം എന്ന് പറയുന്നുണ്ട്. ജയകുമാറിൻ്റെ മുന്തിരി തോപ്പ് ഇന്നലെ ഞാൻ പ്രേക്ഷകർ കാണിച്ചു കൊടുത്തു. പലരും മുന്തിരി ആവശ്യപ്പെട്ട് എന്നെ വിളിക്കുന്നുണ്ട്. ഞാനതൊരു കൗതുകത്തിനാണ് ഇട്ടെങ്കിൽ അത് മുന്തിരി കൊടുക്കേണ്ട ഉത്തരവാദിത്വം ശ്രീ ജയകുമാറിനാണ്. ഓക്കെ. അപ്പോൾ കേരളം ഇത്രയും അധപ്പതിച്ചോ എന്ന് എന്നോട് ശ്രീദേവി ചോദിക്കുന്നു. ശശിധരൻ പിള്ള പറയുന്നു വിഴിഞ്ഞം LDF സിറ്റിംഗ് സീറ്റും UDF കൊണ്ടുപോയി എന്ന് പറയുന്നു. ഓക്കെ. അപ്പോൾ സന്തോഷ് കാസർഗോഡ് നിന്ന് എന്നോടൊപ്പം ചേർന്നിട്ടുണ്ട്. സോളാർ 1 ഒരു ലേഡി ആയതുകൊണ്ട് ഒരു സർക്കാർ തന്നെ തകർന്നു പോയി. സോളാർ 2 പെണ്ണല്ലാത്തതുകൊണ്ട് സർക്കാർ പേടിക്കേണ്ടെന്നാണ് പറയുന്നത്. ഓക്കെ. അപ്പോൾ എന്നോടൊപ്പം ശ്രീനിവാസൻ ചേരുന്നുണ്ട്. ശ്രീനിവാസൻ. ശ്രീനിവാസന് ടെലിഫോൺ ലൈനിൽ എന്തോ പ്രശ്നമുണ്ടെന്ന് തോന്നുന്നു. KG കുമാർ കൊട്ടാരക്കരയിൽ നിന്ന് എന്നോട് ഒപ്പം ചേരുന്നു. ഹലോ നമസ്കാരം. എനിക്ക് ഇതിനെപ്പറ്റി പറയാനുള്ളതെന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഈ പ്രബുദ്ധ കേരളം, സാക്ഷര കേരളം, പിന്നെ എന്നൊക്കെ നമ്മൾ വീമ്പിളക്കുന്ന മറ്റു സംസ്ഥാനക്കാർക്കൊക്കെ ബുദ്ധിയില്ല, അവർക്ക് വിദ്യാഭ്യാസം കുറവാണ്, അങ്ങനെ ഇങ്ങനെയാന്ന് പറയും. പക്ഷെ ഇതിനേക്കാൾ എത്രയോ കുറവാണ് അവരൊക്കെ തട്ടിപ്പിൽ വീഴുന്നത്. കാര്യം എന്ന് പറഞ്ഞാൽ 19 വയസ്സുള്ള ഒരു പയ്യൻ ശബരിനാഥ് പറഞ്ഞപ്പം എത്രയോ വിദ്യാഭ്യാസമുള്ള ടോട്ടലായി എല്ലാവരും ചെന്നാൽ വീണു അല്ലേ? വീണു. അന്ന് ഞാൻ വിചാരിച്ചേട്ടാ ഇത്രയും ഇവൻ ഈ ഇരട്ടി തരുമെന്ന് പറയുമ്പോ ഇത് എങ്ങനെ തരുമെന്ന് നമ്മളൊന്ന് ചിന്തിക്കണ്ടേ? കാര്യം ഓറിയന്റൽ സാജൻ, ലാബല്ല യോഹന്നൻ, എത്രയോ കാലം കണ്ട് തേക്ക് മാഞ്ചിയം മുതലുള്ള കാലം മുതലേ ഈ തട്ടിപ്പ് നമ്മളിവിടെ കാണുന്നില്ല. ഇതാ ഇപ്പൊ ഏറ്റവും ഒടുവിൽ പാതിവില തട്ടിപ്പ്. അതെന്തുവായി? പാതിവില്ല, എല്ലാം പാതിവിലയ്ക്ക് ഒരു സാധനം തരുമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവരെങ്ങനെ തരും എന്ന് നമ്മളൊന്ന് ചിന്തിക്കണ്ടേ? നമ്മൾ ഇതിനെക്കുറിച്ച് പോയിട്ടുണ്ട്. പിന്നെ വേറെ ഒരു കാര്യം പറയാനുള്ളതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ സരിതയുടെ കേസുമായി ബന്ധപ്പെട്ട് ഇത്രയും പ്രമുഖ കുറ്റവാളി ഇങ്ങനെ ഒരു സ്ഥാപനം തുടങ്ങിയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടുത്തെ സ്പെഷ്യൽ ബ്രാഞ്ചുകാർക്കൊക്കെ എന്താ പണിയെന്നാ ഞാൻ ചോദിക്കുന്നത്. ഇവരെന്ത് ചെയ്യും സ്പെഷ്യൽ ബ്രാഞ്ച് പോലീസൊക്കെ? കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ തമിഴ്നാട് ക്യൂ ബ്രാഞ്ച് പറഞ്ഞിട്ടാണ് പല കാര്യങ്ങളും പലപ്പോഴും നമ്മുടെ കേരള പോലീസ് അറിയുന്നത്. ഇവര് പറയുമ്പം അവന് ഏറ്റവും നല്ല പോലീസാ, സംഗതിയൊക്കെ ശരിയാണ്, ഏറ്റവും നല്ല പോലീസാ. പക്ഷെ ഇവർക്ക് ഈ സ്പെഷ്യൽ ബ്രാഞ്ചിന് എന്ത് പറ്റുന്നു എന്നുള്ളതാണ് കാര്യം. ഇത്രയും ഓഫീസുകൾ ഇങ്ങനെ വിവിധ പേരുകളിൽ കൊച്ചി പോലെ ഒരു മഹാനഗരത്തിൽ ഇങ്ങനെ തുടങ്ങി കഴിയുമ്പോൾ ഇത് കണ്ടുപിടിക്കാൻ പറ്റുന്നില്ലെന്നുണ്ടെങ്കിൽ എന്താണ് ഈ പോലീസിന്റെ ഇതെന്ന് പറഞ്ഞാൽ ഇവര് ഇത് കണ്ടുപിടിച്ചില്ലെങ്കിൽ, ഇത്രയും ഇതായിട്ടുള്ള ഒരാളിനെ കണ്ടുപിടിച്ചില്ലെങ്കിൽ പിന്നെ എന്ത് കണ്ടുപിടിക്കും? കാര്യം ജയിലിൽ നിന്ന് ഇറങ്ങിയ ഒരാളാണ് ഇത്രയും പണി ചെയ്തിരിക്കുന്നത്. ഇനി എന്ന് നന്നാവുമെന്നാണ് ഞാൻ ആലോചിക്കുന്നത്. കാര്യം ഇങ്ങനെ ഇപ്പൊ തന്നെ ഈ ഓൺലൈൻ തട്ടിപ്പ് തന്നെ ചില്ലറ ആൾക്കാരല്ല. എനിക്ക് അതിശയം വരുവാണ്. ഡോക്ടർമാരൊക്കെ ഭാര്യയും ഭർത്താവും ഒക്കെ 3 കോടി രൂപയൊക്കെ അങ്ങ് അയച്ചു കൊടുത്ത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിൻ്റെ ഒരു എപ്പോഴും വരുന്നതല്ലേ നിങ്ങൾ ശ്രദ്ധിക്കണം എന്ന് പറഞ്ഞിട്ട്. എന്നാൽ ഇത് ഒരു തുടക്കത്തില് ഇവർക്ക് സംശയം തട്ടണ്ട, സ്വാഭാവികമായിട്ടും സംശയം ഉണ്ടായിട്ട് അന്നേരം തന്നെ നിയമപാലകരെ അറിയിക്കണ്ടേ? ഒന്നും അറിയിക്കത്തില്ല, അവസാനമാണ് അറിയുന്നത്. സുരേന്ദ്രൻ കൂടി എന്നോടൊപ്പം ചേരുന്നു. സുരേന്ദ്രൻ നായർ തിരുവനന്തപുരത്താണ്. ശ്രീ സുരേന്ദ്രൻ നായർ, ഈ തിരുവനന്തപുരത്ത് പക്ഷേ തട്ടിപ്പ് കുറവാണെന്നാണ് എനിക്ക് തോന്നുന്നത് അല്ലേ?
ഹലോ, ഇയാള് ഈ തട്ടിപ്പ് തുടങ്ങിയത് തിരുവനന്തപുരത്ത് നിന്നാണ്. തിരുവനന്തപുരം രാജ്ഭവന്റെ ഫ്രണ്ടില് ക്രെഡിറ്റ്സ് ഇന്ത്യ എന്ന് പറഞ്ഞുകൊണ്ട് ഒരു ഫിനാൻസ് കമ്പനി തുടങ്ങി. സരിത എന്നുണ്ടായിരുന്നു. അവിടം തൊട്ടാണ് ഈ തട്ടിപ്പ് തുടങ്ങിയത്. ആളുകൾക്ക് വലിയ എമൗണ്ടിന്റെ ഫിനാൻസ് കൊടുക്കാന്ന് പറഞ്ഞുകൊണ്ട് സർവീസ് ചാർജ് ഒക്കെ വാങ്ങിച്ച് അങ്ങനെയാണ് തുടങ്ങിയത്. ഇത് അവസാനം ആ ഓഫീസിന്റെ എസിയും ഉള്ള ഫർണിച്ചറും എല്ലാം ഇത് കൊടുത്ത കമ്പനിക്കാരെടുത്തോണ്ട് പോയി, അവർക്ക് പൈസ കൊടുക്കാതെ. മനസ്സിലായില്ലേ? ഇയാള് ജയിലിൽ കിടന്നിട്ട് നിങ്ങളുടെ യൂട്യൂബ് ചാനലിൽ ഇന്നലെ ഞാൻ കണ്ടപ്പോഴാണ് ഞാൻ മനസ്സിലായത് ഇയാള് പുറത്തിറങ്ങി എന്നുള്ളത്. ഒന്ന് ആലോചിച്ച് നോക്കിയാ, ഇയാൾക്ക് എന്ത് പരിചയം കേരളത്തിലുണ്ട് കുപ്രസിദ്ധനാണെന്നുള്ളത്. എന്നോടൊപ്പം ദിവാകരൻ കൂടി തലശ്ശേരിയിൽ നിന്ന് ചേരുകയാണ്. ശ്രീ ദിവാകരൻ, ഈ തലശ്ശേരി പക്ഷെ തട്ടിപ്പ് കുറഞ്ഞ സ്ഥലമാണോ? അത് അവിടെ ഉണ്ടോ? എല്ലാടെയും നല്ലോണം പെടുത്തു സാറേ. റെക്കഗ്നൈസ് അഫിലിയേറ്റ് ചെയ്ത ബാങ്കിലോ അങ്ങനെ ഈ ഫിനാൻസ് തട്ടിപ്പ് എത്ര മാടന്മാർക്കെന്ത് തിരിയുന്നില്ലേ? എത്ര പൈസ കഷ്ടപ്പെട്ട പൈസ ലക്ഷം ഇയാൾ തട്ടിപ്പാക്കി കൊണ്ടുപോകും. ഒന്നിക്ക് റെക്കഗ്നൈസ് ചെയ്ത ഗവൺമെന്റിന്റെ അണ്ടറിലുള്ള സ്റ്റേറ്റ് ഗവൺമെന്റ് കേന്ദ്ര ഗവൺമെന്റ് അണ്ടറിലല്ലേ ഇതാവും. അതാ എവർലാസ്റ്റ് ആയിട്ട് പൈസ പോയില്ല. ഇത് എന്ന് പറഞ്ഞാൽ കണ്ടപോയതെങ്ങനെ വളർന്ന പോലെയല്ലേ? എന്നിട്ട് ഈ മാടന്മാരെന്താ ഇതിൽ തന്നെ വ്യക്തമാണ്, കൃത്യമാണ്. അപ്പൊ എന്നോടൊപ്പം ഡേവിഡ് വിജയ് കൂടി പള്ളുരുത്തിയിൽ നിന്ന് ചേരുകയാണ്. ശ്രീ ഡേവിഡ് വിജയ്, ഉത്തരേന്ത്യയിൽ സഞ്ചരിക്കുന്ന ആളാണല്ലോ. ആദ്യമായിട്ട് തന്നെ നിങ്ങൾക്കൊരു 3 years. കാരണം എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു ഇന്റലിജൻസ് ബ്രാഞ്ചിനെ കൊണ്ട് ചെയ്യേണ്ട പണി ന്യൂസ് 18 എന്ന് പറയുന്ന ഒരു ചാനൽ ചെയ്തു എന്ന് പറയുന്നത് ആരാ ഇതിന്റെ അകത്ത്? ഞാൻ മറ്റുള്ള ചാനലുകളും കണ്ടോണ്ടിരിക്കുന്നുണ്ട്, അവരൊന്നും ഇത് കാണിക്കുന്നില്ലല്ലോ. നിങ്ങൾ മാത്രമേ ഉള്ളൂ. നമ്മുടെ അനീഷ് കുമാറാണ് നമ്മുടെ സ്പെഷ്യൽ കറസ്പോണ്ടന്റ്. അനീഷ് കുമാറിന് ദൈവാനുഗ്രഹം ഉണ്ടായിരിക്കട്ടെ, ഭാവിയിലും നല്ല നിലയിലേക്കൊക്കെ വരട്ടെ. കാരണം ഇത് ആരാ ഇങ്ങനെ, ഞാൻ ഇത് കണ്ടോണ്ടിരിക്കുകയായിരുന്നു. കാരണം ഞാൻ ഈ ചങ്ങായി ജയിലിൽ നിന്ന് പുറത്തിറങ്ങി. കാരണം എല്ലാം നമുക്ക് നോക്കിക്കൊണ്ടിരിക്കാൻ പറ്റില്ലല്ലോ. എന്താ കാരണവർ കൊലക്കേസ് എന്ന് പറഞ്ഞിട്ട് അതിലൊരു ഷെറീൻ, ഒരു DIG ഹെൽപ്പ് ചെയ്തു എന്നും പറഞ്ഞുകൊണ്ട് ഇങ്ങനെ ഡെയിലി കേസുകൾ ഇതുണ്ട്. അപ്പൊ ഈ ചങ്ങാതി പുറത്തിറങ്ങിയ വിവരം നമുക്ക് ആ പേപ്പറുകളൊക്കെ നോക്കുന്നതാണ്. ഞാൻ അറിഞ്ഞിട്ടില്ല. കാരണം ഞാൻ പക്ഷെ എക്കണോമിക്സ്, കോമേഴ്സ്, മറ്റുള്ള കാര്യങ്ങൾ, ഷെയർ മാർക്കറ്റ് ഇതൊക്കെ നോക്കുന്നത്. പിന്നെ ഇതിൽ കുറച്ച് അതുകൊണ്ട് ഇങ്ങനത്തെ ന്യൂസുകൾ നോക്കും. കാരണം അങ്ങനെ നോക്കിക്കഴിഞ്ഞാൽ പിന്നെ അതിനകത്ത് നമുക്ക് നോക്കാനൊരു ഇതില്ലാതാവും, മടുക്കും മാസം എന്ന് പറഞ്ഞാൽ. ഇത് പുറത്തിറങ്ങിക്കഴിഞ്ഞാൽ എനിക്കും സെയിൽ ടാക്സ് രജിസ്ട്രേഷൻ ഒക്കെ ഉണ്ടായിരുന്നു, ബിസിനസ് ഒക്കെ ഉണ്ടായിരുന്നു. ഞാൻ കുറെ കാലം ഈ രംഗത്തുണ്ടായിരുന്നതല്ലേ. ഈവൻ പേഴ്സണലായിട്ട് എന്റെ വൈഫിന്റെ പേരിൽ ബിസിനസ് ഒക്കെ ഉണ്ട്. നേറ്റിവിറ്റി സർട്ടിഫിക്കറ്റ് കൊണ്ടുചെല്ലണം. അത് കഴിഞ്ഞാൽ എന്തെല്ലാം കാര്യങ്ങൾ വേണം, ഇവിടെ ഗ്യാരണ്ടി വേണം. ഇപ്പൊ ഇത് ഇത് തുടങ്ങണം. ഇത് കോർപ്പറേഷന്റെ ഏരിയയിൽ വന്നിട്ടെങ്കിൽ തുടങ്ങണമെങ്കിൽ ഇദ്ദേഹത്തിന് ആരെങ്കിലും ഒക്കെ പുറകില്ലാതെ നടക്കില്ല. അത് പിന്നെ ഈ അഭിഭാഷകരെന്ന് പറയുന്ന ഒരു വർക്കുണ്ട്. അവരെ പറഞ്ഞാൽ ഇനി പിടിക്കില്ല. നാളെ വല്ലവരും കയറി നമുക്ക് നോട്ടീസ് അടിക്കും. അവരുടെ കാറ് ലെൻഡ് ചെയ്ത് കൊടുത്തു. അപ്പൊ ഇവരൊക്കെ ഇങ്ങനെ സംഗതികള്, ഞാൻ ഒരിക്കൽ വക്കീലായിട്ട് സംസാരിച്ചു. ഞങ്ങൾ ഇവിടുന്ന് ഡെയിലി പുള്ളിയുടെ കാറൊക്കെ ഓസി കിട്ടുന്നതാണ്. അതിന്റെ അകത്ത് എറണാകുളത്തേക്ക് പോണ ആളാണ്. ഞാൻ ചോദിച്ചത് എന്താ ഇങ്ങനെ ഇവരൊക്കെ? അപ്പൊ അങ്ങോട്ട് ചോദിച്ച ചോദ്യം ബഹുരസമാണ്. ഒരു ഡോക്ടർ നല്ല വ്യക്തികളെ മാത്രമേ ചികിത്സിക്കുള്ളൂ എന്ന് പറഞ്ഞാൽ പറ്റുമെന്ന്. അതുകൊണ്ട് എല്ലാവരെയും ഞങ്ങൾക്ക് അത് അങ്ങനെ അനിയൻ ചേട്ടൻ തന്നെ വിളിക്കുന്നത്, ഡേവിഡ് വിജയ് എന്നെ ബെൽബീറ്റിനെ വിളിച്ചു. അനിയൻ ചേട്ടൻ പറഞ്ഞ കാര്യമില്ല. എല്ലാം ഞങ്ങൾ നല്ല ഡോക്ടർമാരെ, നല്ല വ്യക്തികളെ കണ്ടതാലേ ഞങ്ങൾ ചികിത്സിക്കുള്ളൂ എന്ന് പറഞ്ഞാൽ നടക്കുള്ളൂ. അതേപോലെ ഇത് എടുത്ത് ഉപയോഗിച്ചിരിക്കുന്നത് ആരുടെ ലക്ഷറി കാറാണ്, സംശയം വരാതിരിക്കാൻ. പിന്നെ ഇത് കുറച്ച് നീട്ടി പറയുന്നത് എന്തുകൊണ്ടാന്ന് വെച്ചാൽ ഞാൻ പറയുന്നതിൽ കുറച്ച് കാര്യമുണ്ട്, മറ്റുള്ളവർ ശ്രദ്ധിക്കട്ടെ. അധ്വാനിച്ചുണ്ടാക്കിയ കാശ് ഒരിക്കലും ഇങ്ങനത്തെവരുടെ പോകില്ല. ഇത് കുറെ പേരെന്തോ ബ്ലാക്കോ മറ്റുള്ളതോ വന്ന് ഇവരുടെ കൈ കൊടുക്കുമ്പോ ചുരുക്കം പറഞ്ഞാൽ അവർക്ക് ഏതാണ്ട് ഈ വീക്ക്നെസ് ഒക്കെ അതാണ് അനീഷ് എന്നോട് പറഞ്ഞത്. പല ആളുകളും ഇത് പരാതിപ്പെടാൻ പറ്റാത്ത സാഹചര്യത്തിൽ നിൽക്കുകയാണ്. ഇപ്പൊ ചുരുക്കം പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്റെ അടുത്ത് ഞാൻ ഷെയർ മാർക്കറ്റിൽ ഡീൽ ചെയ്യാൻ തുടങ്ങിയത് 80കൾ തൊട്ടിട്ട് റെപ്രസെന്റേറ്റീവ് ആയിരുന്ന കാലത്തെ ഷെയർ മാർക്കറ്റ്. ഇപ്പൊ ഞാൻ അത് പറഞ്ഞു കഴിഞ്ഞാൽ എന്റെ പോർട്ട്ഫോളിയോ ഞാൻ നോക്കണം. എന്റെ മകള് ഗുജറാത്തിൽ ഇരിക്കുന്നുണ്ട്, അതിന് വലിയ ഇൻകോള്ള ആളാണ്. അതിന്റെ പോർട്ട്ഫോളിയോ എന്നെ ഏൽപ്പിച്ചിരിക്കുന്നത്. കാരണം അവർക്ക് അത്ര ഇത് ബിസി ആയിട്ടുള്ള മനുഷ്യരാണ്, നോക്കാൻ സമയമില്ല. ഞാനിവിടെ അപ്പോ ഞാൻ ഈ ജിയോജിത്ത് എന്ന് പറഞ്ഞൊരു സ്ഥാപനത്തിലാണ് നോക്കുന്നത്. എന്റെ നമ്പർ എവിടുന്ന് കിട്ടുമെന്ന് ആലോചിക്കുന്നു. നിങ്ങൾക്ക് ഇത്ര കോടി ഉണ്ടാക്കി തരാം, ഞങ്ങളുടെ കൂടെ വാ, ഇത് വാ എന്നൊക്കെ പറഞ്ഞു. ഞാനൊക്കെ അബുകൂലിയൻ റിജക്ട് ചെയ്യുക അല്ലെങ്കിൽ ഡിലീറ്റ് ചെയ്യും. അങ്ങനെ ഇങ്ങനെയൊക്കെ ആയിട്ട് ബോംബെ എന്നൊക്കെ പറഞ്ഞിട്ട്. പിന്നെ ഒരു സംഭവം കൂടി വളരെ രസകരമായ സംഭവം ഞാൻ പറയാൻ വേണമെങ്കിൽ, കേൾക്കാൻ ഇൻട്രസ്റ്റും ടൈമും ഉണ്ടെങ്കിൽ. ചുരുങ്ങിയ വാക്കുകളിൽ ഞാൻ ആന്ധ്രയിലെ ഒരു കഥ കേട്ടിട്ടുണ്ട്. ആന്ധ്രയില് അവിടെ ഒരു വലിയൊരു സ്റ്റേറ്റാ. അവിടെ നോക്കുകയാണെങ്കിൽ നമുക്ക് കുറച്ച് ഇത്രയും കോമ്പാക്ട് ആയിട്ടുള്ള സ്റ്റേറ്റില് ഒരു ഇന്റലിജൻസ് ഇങ്ങനെ കാണിച്ചു തന്നത്. ഇത് ആന്ധ്ര എന്ന് പറഞ്ഞാൽ അന്നത്തെ ആലോചിച്ച് നോക്കാം, വിഭക്ത ആന്ധ്ര. ഒരു ചങ്ങാതി ഒരു സ്ഥലത്ത് വന്നിരിക്കും.
അയാൾക്ക് ഈ അമ്മിക്കല്ല് എന്ന് പറഞ്ഞാൽ താങ്കൾക്കറിയാം എന്താണ് ഈ പഴയ കാലത്ത് ഇപ്പൊ ഗ്രൈൻഡറൊക്കെ അറിയാവുള്ളൂ. അതിൽ 3 ചിന്നോട്ടിട്ട് ഈ ചങ്ങാതി എന്ത് ചെയ്യുന്ന അടിയിലൊരു തരം പ്രത്യേക പയറിടും. എന്നിട്ട് ഈ മഴ സീസൺ ഇയാൾക്ക് അറിയാം അവിടെ വന്നിരിക്കും. അവിടെ വന്നിരുന്നിട്ട് എന്ത് ചെയ്യുന്ന വെച്ചിട്ടുണ്ടെങ്കിൽ ഈ ചങ്ങാതി ഒരു സന്യാസി മാതിരി ഇയാൾ പറയുമ്പോൾ ഒരു ശിവക്ഷേത്രം പണിയണം, എനിക്ക് അങ്ങനെ ഒരു അഴിപ്പാടുണ്ടായിട്ടുണ്ട്. അങ്ങനെ വരുമ്പോ ഈ പയർ വളരുമ്പോ അത് അടിയിൽ നിന്ന് തള്ളും. അപ്പൊ ഈ അമ്മിക്കല്ല് പയറുള്ള സാധനം ഗ്രൈൻഡിങ് സ്റ്റോൺ മേലോട്ട് വരെ അതിൽ കറക്റ്റ് 3 വര ഉണ്ടാവും വെള്ളം. അപ്പൊ ഇത് കണ്ടിട്ട് ആൾക്കാർ കൊണ്ടുവന്നിട്ട് പൈസ കെടുമ്പോ സന്യാസി എന്നൊക്കെ പറയും. ഒരു ദിവസം ഇതുവരെ കാണില്ല അയാൾക്ക് അങ്ങനത്തെ. പിന്നെ ആന്ധ്രയുടെ വേറൊരു ഭാഗത്തായിരിക്കും ഇദ്ദേഹം പൊന്തുന്നത് മഴ സീസൺ നോക്കിയിട്ട്. അന്ന് ഇത്ര കമ്മ്യൂണിക്കേഷൻ ഒന്നും ഇല്ലാത്ത കാലം. ആ വ്യക്തിക്ക് ഇപ്പൊ 3 സ്റ്റാർ ഹോട്ടലുകൾ വരെ ഉണ്ടെന്നാ കേട്ടത് തിരുപ്പതിയിൽ അവിടെയൊക്കെ ആയിട്ട്. അപ്പൊ കാലാകാലങ്ങളായിട്ട് ഇങ്ങനത്തെ വ്യക്തികളുണ്ട്. അവർ തന്ത്രങ്ങൾ മാറ്റിയും മറിച്ചും ഒക്കെ പയറ്റും. ഓക്കെ, വ്യക്തമാണ്. അപ്പൊ VC തോമസ് എന്നോട് പറയുന്നത് ഈ CSR ഫണ്ടിൽ നിന്ന് വനിതകൾക്ക് സ്കൂട്ടറും മറ്റ് തയ്യൽ മെഷീനും ഒക്കെ വാങ്ങിച്ചു കൊടുത്ത ഒരു വലിയ തട്ടിപ്പ് നടന്നല്ലോ. അപ്പോൾ അതിൻ്റെ കഥ എന്തായെന്നാണ്, അതും കൂടി ഒന്ന് അന്വേഷിക്കേണ്ടതാണ് കേട്ടോ. ഇത്തരം ആളുകളെ പറ്റിക്കുന്ന ശ്രീ തോമസ്, പാവപ്പെട്ട മനുഷ്യരിച്ചുള്ള ചെറിയ സമ്പാദ്യമൊക്കെ വെച്ചിട്ട് ഒരു സ്കൂട്ടർ വാങ്ങിക്കാമെന്നൊക്കെ പറഞ്ഞ് പോകുമ്പോൾ അതിന് ഇങ്ങനെ ആളുകളെല്ലാം പിടിച്ച് മുന്നിൽ നിർത്തി അവരെ ഉപയോഗിച്ച് ഈ തട്ടിപ്പ് നടത്തുകയാണ്. അപ്പോൾ ജനം പഠിച്ചില്ലെന്ന് സുനിൽകുമാർ പറയുന്നു, ശശിധരൻ പിള്ള പറയുന്നു. പാമ്പക്കുടയിൽ 221 വോട്ടിന് CPM ജയിച്ചിട്ടുണ്ടെന്നുള്ള വാർത്ത അദ്ദേഹം പങ്കുവയ്ക്കുന്നു. അപ്പോൾ വിഴിഞ്ഞത്തും മലപ്പുറത്തും ഒക്കെയുള്ള റിസൾട്ടുകളൊക്കെ ആളുകൾ ഇങ്ങനെ ഇതിനിടയിലൂടെ ഈ നമ്മുടെ പൊതുവേദിക്കിടയിലൂടെ സംസാരിക്കുന്നൊക്കെ ഉണ്ട്. 2 UDFകാരും 1 LDFും, അതാണ് സിറ്റിംഗ് സീറ്റുമാണ്. ഓക്കെ, പെട്ടെന്ന് പണക്കാരനാകാനുള്ള മലയാളിയുടെ ആർത്തി ഒരിക്കലും തീരില്ല എന്ന് പറയുന്നവരുണ്ട്. ചന്ദ്രൻ നായർ എന്നോട് ഇപ്പം ചേരുന്നു. ശ്രീ ചന്ദ്രൻ നായർക്ക് ഇങ്ങനത്തെ തട്ടിപ്പ് സംഘങ്ങളുടെ കഥ എന്തെങ്കിലും പറയാനുണ്ടോ? എല്ലാം നിരീക്ഷിക്കുന്നുണ്ട് സാർ. അതായത് എന്തെല്ലാം തട്ടിപ്പുണ്ടെങ്കിലും അത് കേരളത്തിൽ നന്നായിട്ട് ചെലവാകുന്നുണ്ട്. ഇവിടെ ഒരു കുറ്റാന്വേഷണ സംവിധാനം ഉണ്ടോ എന്ന് സംശയിക്കുന്നു. മാഞ്ചിയം തട്ടിപ്പ്, തേക്ക് തട്ടിപ്പ്, ജോലി തട്ടിപ്പ്, സോളാർ തട്ടിപ്പ്, സ്വർണം തട്ടിപ്പ്, 2 വീലർ തട്ടിപ്പ്, ബാങ്ക് FD തട്ടിപ്പ്, ഇങ്ങനെ എന്ന് വെച്ചാൽ സകലവിധ കാര്യങ്ങളും കേരളത്തിൽ നന്നായിട്ട് വേരോടുന്നുണ്ട് സാർ. ഇത് ഇവിടെ സർക്കാർ അതുപോലെ അതുമായിട്ട് ബന്ധപ്പെട്ട ആൾക്കാർ ഇല്ലേ എന്നുള്ളൊരു സംശയമാണ് ഉള്ളത്. വ്യക്തമാണ് താങ്കളുടെ അഭിപ്രായം. ശരത്തുണ്ട് ബാലരാമപുരത്ത്. ശരത്തിന് ഇങ്ങനെ വല്ല കുടുക്കിലും ചെന്ന് പെട്ടോ? ശരത്തെ ഇല്ലല്ലോ. ഇല്ല സാർ, ഞാൻ പറയുന്നത് ചില ദിവസങ്ങൾ സാർ അവതരിപ്പിക്കും വളരെ ശാന്തമാണെന്ന്, വളരെ ശാന്തമായിട്ടാണ് പ്രോഗ്രാം അവതരിപ്പിക്കുന്നത്. അതെ, ചില ദിവസങ്ങൾ ഒറ്റപ്പാട് ഞാൻ ഒരു ദിവസം പ്രോഗ്രാം കണ്ടിട്ട് ഞാൻ പേടിച്ചു പോയി. അത് എന്നെ ക്ഷുഭിതനാക്കിയത് വേറൊന്നുമില്ല. എന്നെ ഓരോന്ന് പറയുമ്പോൾ ഞാൻ മറുപടി പറയണ്ടേ? എന്നെ പ്രതിരോധിക്കാൻ ഞാൻ മാത്രമല്ലേ ഉള്ളൂ. ഇപ്പൊ ഒരു പ്രേക്ഷകൻ വന്ന് CPMനെ കുറ്റം പറഞ്ഞാൽ കുറച്ച് കഴിയുമ്പോൾ CPMനെ അനുകൂലിക്കുന്ന ഒരു പ്രേക്ഷകൻ വന്ന് അതിന് മറുപടി പറയും. അപ്പോൾ കോൺഗ്രസിനെ കുറ്റം പറഞ്ഞാൽ കോൺഗ്രസിനെ അനുകൂലിക്കുന്ന ഒരാൾ വന്ന് മറുപടി പറയും. BJPക്ക് അതിനെ അനുകൂലിക്കുന്നവരുണ്ട്, അത് നമുക്ക് എല്ലാവരും അനുകൂലിക്കുന്നവരുണ്ട്. എന്നെ അനുകൂലിക്കാൻ ഞാൻ മാത്രമല്ലേ ഉള്ളൂ. അപ്പോൾ ചിലപ്പോൾ ഞാൻ പറയും. അപ്പം ഞാൻ ക്ഷുഭിതനാവുന്ന എപ്പോഴാണെന്ന് അറിയാമോ? എന്നെ കുറ്റം പറയുകയും അതിന് മറുപടി പറയാൻ എനിക്കൊരു അവസരം ഞാൻ ചോദിക്കുമ്പോൾ അത് സമ്മതിക്കാതിരിക്കുകയും ചെയ്യുമ്പോഴാണ് ഞാൻ ക്ഷുഭിതനാവുന്നത്. ഞാൻ ഒരു കാര്യം പറഞ്ഞുകൊണ്ട് തുടങ്ങാം. എനിക്കൊരു ടിപ്പ് എന്നുള്ള രീതിയിൽ നമ്മൾ ഇപ്പോഴ് എല്ലാ പ്രേക്ഷകരും എല്ലാവർക്കും ഞാനൊരു പറയാണ്, നമ്മൾ എപ്പോഴും നമ്മുടെ ഹെൽത്ത് ഒന്ന് ചെക്കപ്പ് ചെയ്യണം കേട്ടാ. നമ്മൾ വെറുതെ വീട്ടിലിരിക്കുമ്പോഴും നമ്മളെ ഹെൽത്ത് ഒന്ന് നോക്കണം. പല അസുഖങ്ങളും നമുക്ക് ഉണ്ടാവും. അപ്പൊ അത് ആരോഗ്യം കൂടെ ഒന്ന് നോക്കണം. പിന്നെ എനിക്ക് പറയാനുള്ളത്, ഈ തട്ടിപ്പ് എന്ന് പറഞ്ഞാൽ സംഭവിക്കുന്നത് പ്രധാനപ്പെട്ട കാരണം ആൾക്കാർക്ക് ജോലി ചെയ്യാൻ മടിയാണ്. ജോലി ചെയ്യാതെ എങ്ങനെ പണം ഉണ്ടാക്കാം എന്ന് ചിന്തിക്കുന്നതുകൊണ്ടാണ് ഇതിനകത്ത് കൂടുതൽ പ്രശ്നം വരുന്നത്. വളരെ എളുപ്പം പണം ഉണ്ടാക്കണം എന്ന്, പക്ഷേ നമുക്ക് അത്രത്തോളം കഷ്ടപ്പെടാനും വയ്യ. ഈ ഒരു വിഷയം വരുമ്പോഴാണ് കൂടുതൽ തട്ടിപ്പ് വരുന്നത്. ഇത് എന്നോട് വേറൊരാൾ പറയുന്നത്, ഇപ്പോൾ ഒരു ജോലി ചെയ്യാൻ, ഒരു വ്യവസായം തുടങ്ങാൻ, എന്തെങ്കിലും തുടങ്ങാനൊക്കെ ചെല്ലുമ്പോൾ അതിൻ്റെ പ്രയാസവും കഷ്ടപ്പാടും ഒക്കെ നോക്കുമ്പോൾ അത് ഭയങ്കര ബുദ്ധിമുട്ടായ ആളുകൾക്ക് അങ്ങനെയും ഉണ്ട് കേട്ടോ. അപ്പോൾ ആളുകൾ എന്തെങ്കിലും ചെയ്യാനായിട്ട് ഇറങ്ങി തിരിച്ചാൽ അവരെ മടുപ്പിക്കുന്ന തരത്തിലൊക്കെയുള്ള സാഹചര്യങ്ങൾ അത് കുറേയൊക്കെ മാറി. കേരള ഈസ് ഓഫ് ഡൂയിങ് ബിസിനസ്സിൻ്റെയൊക്കെ ഒരു കേന്ദ്രമായി മാറി. എന്നാലും ഒരു പണി തന്നെയാണ് ഒരു സംഭവം തുടങ്ങി വിജയിപ്പിച്ച് കൊണ്ടുവരാൻ. ഇതാകുമ്പോൾ വളരെ എളുപ്പമാണ്. ആരെയും കയറിയിരിക്കുന്ന കാശ് എങ്ങനെയെങ്കിലും തട്ടിയെടുക്കുന്ന ആളുകൾക്കാണ് കൂടുതൽ സമയം. യെസ്, അപ്പോൾ മറ്റേ പ്രഷർ കാത്തു നിൽക്കുന്നതുകൊണ്ടാണ് സന്തോഷ് എന്നോടൊപ്പം കണ്ണൂരിൽ നിന്ന് ചേരുന്നത്. അപ്പം നമുക്ക് സന്തോഷ് കണ്ണൂർ എവിടെ നിന്നാണ് വിളിക്കുന്നത്? സന്തോഷ്, നമസ്കാരം. പിന്നെ ഈ കേരളത്തിൽ മലയാളം പറഞ്ഞതുപോലെ തന്നെ ഈ മലയാളികളുടെ അത്യാർത്തി കാരണമാണ് ഈ തട്ടിപ്പുകാര് വളരുന്നത്. അല്ലാതെ നമുക്ക് ഒരു ചായ പോലും ആരും വാങ്ങിത്തരില്ല. വ്യക്തമാണ്. അപ്പോൾ ഞാൻ ഇനി എനിക്കിന്ന് കുറച്ച് സ്പീഡിൽ എടുത്ത് പോകേണ്ടതുകൊണ്ട് കുറച്ച് പ്രേക്ഷകർ ഇങ്ങനെ നിൽക്കുകയാണ്. കിഷോർ എന്നോടൊപ്പം ചേരുന്നു, പോന്നിയിൽ നിന്നാണ്. ഹായ് എന്ന് പറയുന്നുണ്ട്. അന്ധവിശ്വാസങ്ങളുടെ പറുദൂസിയാണ് നമ്മുടെ കേരളം, അതുകൊണ്ട് മറ്റുള്ളവർക്ക് നമ്മളെ പറ്റിക്കാൻ എളുപ്പമാണ് എന്ന് എന്നോട് ജലാലുദ്ദീൻ പറയുന്നു. അപ്പോൾ എന്നോടൊപ്പം ശിവദാസൻ ബാലരാമപുരത്ത്. ശിവദാസൻ വളരെ ചുരുങ്ങിയ വാക്കുകളിൽ നിറയെ പ്രേക്ഷകർ കാത്തു നിൽക്കുന്നുകൊണ്ടാണ്.
ഓക്കെ, ശിവദാസിന്റെ ടെലിഫോൺ ലൈനിൽ എന്തോ സംശയം. ഉമേഷ്, ഉമേഷ് നമസ്കാരം സാറേ. നമസ്കാരം. 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 ഇത് ഞാനിങ്ങനെ ആലോചിക്കുകയായിരുന്നു. ഈ നേരെ ചൊവ്വേ ഒരാൾ എന്തെങ്കിലും ചെയ്യാന്ന് ചോദിച്ചാൽ അയാൾക്ക് പലതരം നിയമപരമായ പലതരം എന്താ പറയാ തടസ്സങ്ങളായി. ഒടുവിൽ മനസ്സ് മടുത്ത് അയാൾ ജീവനും കൊണ്ട് ഓടേണ്ട സാഹചര്യമാണ് ഇപ്പൊ പലപ്പോഴും കാണുന്നത് അല്ലേ? അതെ. അപ്പൊ നിയമപരമായിട്ടുള്ള എന്തെങ്കിലും സാധ്യത അല്ല ഇതൊന്നും ഇതിന് തടസ്സമായിട്ട് വരുന്നില്ലെന്ന് അത് ശരിയായ അന്വേഷണങ്ങളോ കാര്യങ്ങളോ ഒന്നുമില്ല എന്നാ എനിക്ക് തോന്നുന്നു. പിന്നെ ഇത് പറഞ്ഞിട്ട് സാധാരണക്കാരന് ഇത് അഭ്യസ്തവിദ്യരായ നമ്മളത് മോൻസൺ മാവുങ്കലിനെ പോലുള്ള ഒരു ഇത് എത്ര വലിയ ഒരു കഴിഞ്ഞു എന്നുള്ള കാര്യങ്ങൾ നമ്മൾ കണ്ടതാണല്ലോ. പക്ഷെ ഇത് ഈ കാലാകാലങ്ങളായി തുടർന്നുകൊണ്ടേ പോകുന്നത്. അപ്പൊ എനിക്ക് തോന്നുന്നത് എനിക്കൊരു ചെറിയ ഇടവേള അനിവാര്യമായതുകൊണ്ടാണ് ഞാൻ അതിലേക്കൊക്കെ വരാം. നമ്മുടെ മലയാളികൾ എത്ര അനുഭവിച്ചാലും ഉണ്ടെങ്കിലും പാഠം പഠിക്കില്ല. ഇപ്പോൾ സ്വന്തം അനുഭവങ്ങൾ കൂടി പഠിക്കട്ടെ എന്ന് രഘുനന്ദനൻ രഘുനന്ദനൻ നമ്മുടെ തിരുമുല്ല വരത്ത് നമ്മുടെ സ്ഥിരം പ്രേക്ഷകൻ. അപ്പം മൊത്തം പ്രേക്ഷകർ എന്നെ അനുകൂലിച്ചില്ലെന്ന്. അപ്പോൾ എന്നെ അനുകൂലിക്കാൻ ആരുമില്ല എന്ന് പറയുമ്പോൾ ജയകുമാർ പറയുന്നത് എല്ലാ പ്രേക്ഷകരും എന്നെ അനുകൂലിച്ചില്ല. അത് ശരിയാണ്. അതാണല്ലോ നമ്മുടെ പൊതുവേദിയുടെ ഒരു കരുത്ത്. നമ്മൾ ഈ ആളുകളുടെയൊക്കെ ഒരു ചെറിയ ധാരണ നമുക്ക് എന്തോ ഇങ്ങനെ രാവിലെ എഴുതിച്ച് ഉടമ എല്ലാ ജേർണലിസ്റ്റുകളെയും വിളിച്ച് നിങ്ങൾ ഇങ്ങനെ ചെയ്യൂ അങ്ങനെ ചെയ്യൂ എന്ന് പറഞ്ഞ് ഉപദേശം കൊടുക്കുന്നു അല്ലെങ്കിൽ നിർദ്ദേശം കൊടുക്കുന്നു എന്നൊക്കെയാണ്. അങ്ങനെ ഒക്കെയുള്ള ചില തെറ്റിദ്ധാരണകൾ കൊണ്ടാണ്. അപ്പോൾ സുബൈർ എന്നോടൊപ്പം ചേരുന്നത് തൃശ്ശൂരിൽ നിന്നാണ്. ശ്രീ സുബൈർ. നമസ്കാരം. നമസ്കാരം. സുബൈറിനെ കണ്ടിട്ട് കുറച്ച് ദിവസം ആയല്ലോ, തിരക്കിലായിരുന്നോ? എന്താണ് പ്രശ്നം? അല്ല കുറച്ച് ദിവസം ആയല്ലോ, തിരക്കിലായിരുന്നാ? തിരക്കല്ല, നിങ്ങളെ വിളിച്ചാൽ കിട്ടണ്ടേ, ഫോൺ എടുക്കില്ലല്ലോ. അത് ശരി. അത് ശരി. അപ്പൊ രാവിലത്തെ പ്രശ്നം വന്ന് വിളിക്കാൻ കുറെ നോക്കിയ രക്ഷയില്ല, കിട്ടുന്നില്ല. അതിനെ പൂട്ടിയപ്പോ സമാധാനമില്ല നമുക്ക്. എനിക്കെന്ത് സമാധാനം? അവനവൻ ചെയ്തതിന് ഫലം താൻ ചെയ്യുകയില്ല, അവനവൻ അനുഭവിക്കാൻ. വെള്ളം കുടിക്കില്ല. എനിക്കിപ്പോൾ എന്ത് പറയാൻ കഴിയും അതിലൊക്കെ? അത് നല്ല ഈ നമ്മുടെ ഒരു പൊതുവഴി നല്ല മാർഗം പലപ്പോഴും ശുദ്ധമായാൽ ലക്ഷ്യവും മനോഹരമായിരിക്കും എന്നൊരു വാക്കുണ്ട്. കാരണം സാധാരണ നമ്മൾ പറയാറ് ലക്ഷ്യം മാർഗത്തെ സാധൂകരിക്കുമെന്നാണ്. ഞാനെപ്പോഴും കേട്ടിട്ടുള്ളത് മാർഗവും ലക്ഷ്യം പോലെ മനോഹരമായാൽ അതാണൊരു മഹത്തരമായ രീതി എന്നാണ്. അതുപോലെ അത് പഴയ വേറൊരു വിഷയമാണ്. ഞാനേ സുബൈർ, ഈ തട്ടിപ്പ് സംഘങ്ങൾ തൃശ്ശൂരുണ്ടോ സുബൈർ? തൃശ്ശൂരൊക്കെ ഇല്ലായില്ല. തൃശ്ശൂരിൽ ഇരിങ്ങാലക്കുടന്ന് പിടിച്ചത് 3-4 ചേട്ടനന്മാരൊക്കെ. അത് നമ്മുടെ ചോരയിലുള്ള സാധനല്ലേ, തട്ടിപ്പും വെട്ടിപ്പൊക്കെ. അതിന് പറ്റിയ കുറെ രാഷ്ട്രീയക്കാരുണ്ട് ഇവിടെ. പിന്നെന്താ, അതിന് കൂടുതലൊന്നും പറയാനില്ല. വ്യക്തമാണ്. അപ്പൊ അഭിപ്രായം കൃത്യമാണ്. അപ്പൊ ശശിധരൻ പിള്ള എന്നോട് പറയുന്നത് ഒരു സംശയം ചോദിച്ചിട്ട് അക്കാലഘട്ടങ്ങളിൽ ഒരു തട്ടിപ്പ് നടന്ന് അന്വേഷിക്കാൻ ഖജനാവിൽ നിന്ന് എത്ര പണം ചെലവാക്കിയെന്നും അതിൽ ആരൊക്കെ ശിക്ഷിച്ചു എന്നും ഒക്കെ വ്യക്തമാക്കേണ്ട ഒരു സാഹചര്യം വേണം എന്ന് പറയുന്നു. അപ്പോൾ അതേപോലെ ഇങ്ങനെ എനിക്ക് യൂട്യൂബിൽ ചിലരൊക്കെ പങ്കുവയ്ക്കുന്നത് ഇങ്ങനെ പണം തട്ടിയെടുക്കുന്നു. 2008 തൊടുപുഴയിൽ ഷെയർ തട്ടിപ്പ് നടത്തിയ ഒരു 25-കാരൻ 200 കോടിയോളം രൂപ തട്ടിക്കൊണ്ടുപോയി. 5 വർഷം ഒഴിഞ്ഞു കഴിഞ്ഞു. പിന്നെ 5 വർഷം അകത്ത് കിടന്നു. ഇപ്പോൾ സുഖമായി നടക്കുന്നെന്നാണ് പറയുന്നത്. അപ്പോൾ തട്ടിപ്പ് നടത്തിയാൽ ഒരു 5 വർഷം ഇങ്ങനെ അകത്ത് കിടന്നിട്ട് പിന്നെ വന്ന് ആ പൈസയൊക്കെ ആയിട്ട് സുഖമായി ജീവിക്കാം എന്നൊരു നിലപാടാണോ എന്ന് എനിക്കറിയില്ല. ഏതായാലും എനിക്ക് തോന്നുന്ന ഒരു ചെറിയ ഇടവേള അനിവാര്യമായതുകൊണ്ടാണ് ഞാൻ ഒരു ചെറിയ ഇടവേള എടുത്ത് പെട്ടെന്ന് മടങ്ങി വരാം. ഷോർട്ട് ബ്രേക്ക്. എൻ്റെയും പേടി ശ്രീ സന്തോഷ്. അപ്പോൾ ഷാജി എന്നോടൊപ്പം ചേരുന്നു പത്തനംതിട്ടയിൽ നിന്നാണ്. ഷാജി, പത്തനംതിട്ടയിൽ ആളുകൾ തട്ടിപ്പിലൊക്കെ കുടുങ്ങുന്നുണ്ടോ അതോ തട്ടിപ്പുകാർ കുറവാണ്? നമസ്കാരം സാറേ. നമസ്കാരം. 100% തട്ടിപ്പിൽ ഒരു വിഭാഗത്തെ ഞാൻ പറഞ്ഞു തരാം. ആ സ്ഥലവും ഞാൻ വേണേൽ പറഞ്ഞു തരാം. വിദേശത്ത് ഗൾഫിൽ പിന്നെ കൊണ്ടുപോയ ഒരു ടീമുണ്ട്. തിരുവല്ലക്കാരനാണ്, സ്റ്റാലിൻ ആണ് അവന്റെ പേര്. യുഎഇയിലൊക്കെ ആൾക്കാരെ കൊണ്ടുപോയി അവിടെ കൊണ്ടുവന്ന് പിഴിഞ്ഞ് ചോര നീരാക്കിയാണ് അവൻ വിടുന്നത്. എന്നിട്ട് കൊണ്ടുപോകുന്നവരുടെ പേരിൽ കേസ് കൊടുക്കും അവിടെ ചെന്നിട്ട്. എന്നിട്ട് ജയിലിൽ എന്തുമാത്രം പേര് കിടപ്പുണ്ട്. ആരിലും പോയി അന്വേഷിക്കുന്നുണ്ടോ? ഇത് ആരിലും പോയി അന്വേഷിക്കുന്നുണ്ടോ? അവന്റെ വീട് തിരുവല്ലയാണ്. സ്റ്റാലിൻ ആണ് അവന്റെ പേര്. സ്ഥലം പേര് പിന്നെ മഞ്ഞാടി എന്ന് പറയുന്ന സ്ഥലത്താണ്. അവന്റെ വീട്ടുപേര് പാറയിൽ നിന്നാണ്. ആൾക്കാരെ കൊണ്ടുപോയിട്ടുണ്ട്. പോലീസ് കേസ് കൊടുത്തു കഴിഞ്ഞാൽ എന്തോ സംഭവിക്കുന്ന അറിയോ? പോലീസുകാര് ഇപ്പൊ 4 കേസ് കൊടുക്കുമെങ്കിൽ പോലീസുകാര് എന്നോട് കറന്ന് ഭീഷണിപ്പെടുത്തും. അങ്ങ് പരാതി കൊടുത്ത പരാതിക്കാരനെ ഭീഷണിപ്പെടുത്തുന്നോ? അങ്ങനെയുണ്ട്. ഭീഷണിപ്പെടുത്തുന്നുണ്ട്. പത്തനംതിട്ടയിലെ സൗദ 300 പെമ്പിള്ളാരെ കൊണ്ടുപോയി ഓർമ്മ കാണുമല്ലോ. നല്ല വാർത്തയല്ലായിരുന്നോ?
ഈ പെൺകൊച്ച് എങ്ങനെയോ നാട്ടിൽ തിരിച്ചു വന്നു, പാസ്പോർട്ടെല്ലാം പിടിച്ചു വെച്ചിരിക്കുകയായിരുന്നു. നാട്ടിൽ തിരിച്ചു വന്നതിന് ശേഷം പത്തനംതിട്ട പോലീസ് സ്റ്റേഷനിൽ പരാതി കൊടുത്തിട്ട് ഈ പെൺകുട്ടിയെ അമ്മയെ ഭീഷണിപ്പെടുത്തി പോലീസുകാര്. ലാസ്റ്റ് കേരള ഹൈക്കോടതിയിലെ വക്കീലിനെ പോയി കണ്ടു, ബഷീർ എന്നാ പുള്ളിയുടെ പേര്. അങ്ങനെയാണ് അവിടുത്തെ ജഡ്ജി പിന്നെ പത്മകുമാർ എന്ന് പറയുന്ന IJ കൊണ്ട് കേസ് അന്വേഷിച്ചത്. അന്വേഷിച്ചപ്പോൾ സത്യമാണെന്ന് അറിഞ്ഞു. അവളെ പിടിച്ചു, മോളെ പിടിച്ചു, കൊണ്ടുപോയതിനെയും പിടിച്ചു. 5 വർഷം ജയിലിട്ടു. അവൾ ചാവുകയും ചെയ്തു. ഇതുപോലുള്ള ടീമുകൾ ഒത്തിരി എണ്ണം ഉണ്ട്. യെസ്, വ്യക്തമാണ്. അപ്പോൾ ഇതുപോലെ തട്ടിപ്പ് സംഘങ്ങൾ അവിടെയൊക്കെ ഉണ്ട്. അപ്പോൾ എന്നോടൊപ്പം തങ്കച്ചൻ കോട്ടയത്തു നിന്നാണ് ചേരുന്നത്. ശ്രീ തങ്കച്ചൻ, അപ്പോൾ ഇതിനിടയിൽ സുനിൽകുമാർ എന്നോട് പറയും ബിജു രാധാകൃഷ്ണൻ ഇപ്പോൾ സുന്ദരനായി മാറിയല്ലോ. ഇപ്പോൾ ഈ സുന്ദരനാകാൻ പലതരം ട്രീറ്റ്മെൻ്റ് ഉണ്ട്. ഞാൻ യൂട്യൂബിലൊക്കെ നോക്കുമ്പോൾ പലതരം ഫേഷ്യലുകൾ, അതുപോലെ ബ്ലീച്ചിങ്ങോ എന്തൊക്കെയോ തരം പരിപാടികളൊക്കെ ഉണ്ട്. ഇതൊക്കെ തേച്ച് പ്രത്യേകിച്ച് ലേസർ ട്രീറ്റ്മെൻറ്റ് പോലുള്ള സംവിധാനമൊക്കെ ചെയ്യുന്നത് നമുക്ക് സുന്ദരനാകാൻ കഴിയും. അപ്പോൾ അങ്ങനെ ചെയ്യുന്നവരുണ്ട്, അല്ലാതെ പൗഡർ ഇട്ട് സുന്ദരന്മാരാകുന്നവരും ഉണ്ട്. തങ്കച്ചൻ കോട്ടയത്ത് നിന്നാണ് എന്നോടൊപ്പം ചേരുന്നത്. ശ്രീ തങ്കച്ചൻ. നമസ്കാരം സാറേ. എനിക്ക് ഈ പറയാനുള്ള, ഈ സർക്കാർ വന്നതിന് ഇത്തരം തട്ടിപ്പുകൾ ഏറ്റവും കൂടുതൽ നടക്കും. ലോകത്തെ പോലെ മുഖ്യമന്ത്രി തട്ടിപ്പിന് കൂട്ടിയിരിക്കുന്നതാണ് എനിക്ക് തോന്നുന്നത്. അല്ലെങ്കിൽ ഇത്തരം തട്ടിപ്പുകൾക്ക് കൂട്ടി നിൽക്കാൻ തട്ടിപ്പൊക്കെ എല്ലാ കാലത്തും ഇല്ല. അതിന് നമ്മൾ മുഖ്യമന്ത്രി കുറ്റം പറയണോ? എല്ലാ കാലത്തും തട്ടിപ്പില്ല. അതല്ല, നമുക്ക് ഈ ബിജു രാധാകൃഷ്ണൻ അറിയാമല്ലോ. ബിജു രാധാകൃഷ്ണൻ എന്തൊരു സമരങ്ങൾ ബിജു രാധാകൃഷ്ണൻ നടത്തിയതാണ്. അത്തരം സമരം നടത്തിയല്ല ഇവിടെ LDF സർക്കാരല്ലേ. ആ സർക്കാർ എപ്പോഴും ഈ ബിജു രാധാകൃഷ്ണൻ എപ്പോഴും നോക്കി നിൽക്കണ്ടല്ലേ. ബിജു രാധാകൃഷ്ണൻ എന്ത് ചെയ്തു, എവിടെ പോകുന്നു, എങ്ങനെ പോകുന്നു, എന്തെല്ലാം തട്ടിപ്പുകൾ നടത്തും നോക്കി നിൽക്കണ്ടല്ലേ. അതിനൊന്നും നോക്കാതെ വെച്ച് പിന്നെ അതിനെ സപ്പോർട്ട് ചെയ്തിട്ട് പിന്നെ സർക്കാർ പറയുന്നു ഞങ്ങളുടെ കുഴപ്പമല്ല എന്ന് പറയുന്നു. ഇതൊക്കെയാണോ ശരിയാ സർക്കാരിന്റെ നയങ്ങൾ? സർക്കാരിന്റെ നയങ്ങൾ എല്ലാത്തിനും എല്ലാവരോടും സമകാലികമായ രീതിയിൽ എല്ലാവരോടും പെരുമാറേണ്ട രീതിയിലാണ്. അത് തന്നെ സർക്കാർ ഇപ്പോൾ ഒരു തട്ടിപ്പ് നടത്തിയിരിക്കുന്നത് അറിയാമല്ലോ. 62 രൂപ ജയിലിൽ കിടക്കുന്നവർക്ക് ഇപ്പം 62 ഇപ്പം 520 കൂട്ടി. ഇതൊക്കെ ഒരു സർക്കാരിന്റെ തട്ടിപ്പല്ലേ? കൊലപാതകൾ കൂടാൻ വേണ്ടി ഇതൊക്കെയല്ല സർക്കാരിന്റെ തട്ടിപ്പുകൾ. ഇത് സർക്കാർ ആശാപ്രവർത്തകർ 6-7 മാസം സമരം നടത്തി 10 പൈസ കൂട്ടിയിട്ടില്ല സർക്കാർ. ഇത്ര സർക്കാർ ചെയ്യുന്ന ഈ പരിപാടി വ്യക്തമാണ് താങ്കളുടെ അഭിപ്രായം. അപ്പൊ എന്നോടൊപ്പം സജി തൃശ്ശൂരിൽ നിന്നാണ് ചേരുന്നത്. സജി, ഹലോ, പറയട്ടെ. ഞാൻ തൃശ്ശൂരിൽ കുറുക്കഞ്ചേരി അന്ന് എന്നോട് പറഞ്ഞില്ല, ഞാൻ ചോദിച്ചില്ലേ, വിശദമായി ചോദിച്ചല്ലോ സജിയുടെ വീട് എവിടെയാണ്. അപ്പൊ എന്നോട് പറഞ്ഞു കുറുക്കഞ്ചേരി എന്ന് പറഞ്ഞാൽ എനിക്ക് പ്രത്യേകിച്ച് ഓർമ്മ നിൽക്കുന്ന ഒരു സ്ഥലമാണ്, അതുകൊണ്ട് ഞാൻ ചോദിച്ചു. ഞാൻ പറയാൻ ഉദ്ദേശിച്ചേ, ആദ്യം നിങ്ങളുടെ ഇത് കണ്ടുപിടിച്ച നിങ്ങളുടെ റിപ്പോർട്ടർക്ക് ബിഗ് സല്യൂട്ട്. ഇനി പറയാനുള്ളത് ഞങ്ങളുടെ തൊട്ടടുത്ത് തന്നെ ഫാം ഫുഡിന്റെ തട്ടിപ്പ്. സാറിന് ഓർമ്മയുണ്ടോ? ഫാം ഫുഡിന് ഒരു 450 കോടിയാണ് തട്ടിച്ചുകൊണ്ടുപോയത്. 450 കോടി. അതിലത്തെ 2ാമത് ഞങ്ങളുടെ നാട്ടുകാരല്ല. പാവം ജനങ്ങളുടെ ആ ഹൈവേക്ക് സ്ഥലം കൊടുത്ത ആൾക്കാരുടെ കംപ്ലീറ്റ് പൈസ അങ്ങനെ അടിച്ചുകൊണ്ടുപോയി ആൾ. അയാളുടെ ഭാര്യ ഒരു പ്രതി തിരുവനന്തപുരക്കാരനാണ്. നിങ്ങളുടെ തിരുവനന്തപുരത്തുള്ള ആളാ. അതിനെ കുറിച്ച് ഇപ്പൊ ഒരനുകൂല ആൾ ജയിലിൽ നിന്ന് ഇടയ്ക്ക് പുറത്തു വരുന്നുണ്ട് ആൾക്കുള്ളും. പിന്നെ ഒരു കാര്യം പറയുന്നത് ദൃശ്യമാധ്യമങ്ങളിലും പത്രമാധ്യമങ്ങളിലും ഞാൻ മനോരമ വായിക്കുന്ന ഒരാളാണ്. ഞാൻ ഒരു 6 മാസമായിട്ട് കണ്ടിന്യൂസ് ആയിട്ട് നോക്കിക്കൊണ്ടിരിക്കുക. 3 പേജ് പരസ്യ, 70% ഡിസ്കൗണ്ട്, 50% ഡിസ്കൗണ്ട്. എന്താ സാധനം സാറെ കിട്ടാൻ 50% കുറച്ച് അവർ തരും നമുക്ക്. ഞാൻ വെച്ച് എത്ര പ്രാവശ്യം പോയി നോക്കിയിട്ടുണ്ടെന്ന് അറിയോ? ഈവൻ ഞാൻ ഒരു സ്റ്റൗവിന് വേണ്ടി പോയി നോക്കി. അതിനകത്ത് വില എഴുതിയിരുന്നത് 1970. ഒരു പേര് കേട്ട സ്ഥാപനത്തിന്റെ ചെന്നപ്പോ 2700. അതേ വിലയ്ക്ക് മറ്റോണ്ട് അവിടെ കിട്ടും. പരസ്യം ഈ പറഞ്ഞ വിലയ്ക്ക് പരസ്യം കൊടുക്കുക, പരസ്യം ചെയ്ത് തട്ടിപ്പാടുത്താണ്. അപ്പൊ അങ്ങയുടെ അഭിപ്രായം കൃത്യമാണ്. അപ്പൊ പ്രദീപ് ഇടുക്കിയിൽ നിന്ന് എന്നോടൊപ്പം ചേരുന്നു. ശ്രീ പ്രദീപ്. അതല്ല, ഒരു കുറെ വർഷങ്ങൾക്ക് മുമ്പ് നമ്മുടെ നാട്ടിലെ ഒരു പുള്ളിയുടെ പേര് സിദ്ധാർത്ഥ എന്നാ. പുള്ളി തമിഴ്നാട്ടില് ബാങ്ക് കൊള്ളത്, ബാങ്കിൽ നിന്ന് വന്ന പൈസ കൊണ്ടുള്ള പൈസ കൊള്ളതിട്ട് കോടികൾ എടുത്തു. ബാങ്കിൽ നിന്നല്ല, ബാങ്കിലേക്ക് കൊണ്ടുവന്ന പൈസ അത് 10 നോട്ടൊക്കെ പുള്ളി കാട്ടിലേക്ക് കളഞ്ഞു. കാട്ടിൽ കളഞ്ഞിട്ട് 50-ന്റെ 100-ന്റെ ഒക്കെ ആയിട്ട് പോന്നിട്ട് നാട്ടിൽ കൊണ്ടുവന്ന് കുഴപ്പമില്ല, ബൈക്കൊക്കെ പിടിച്ചു തമിഴ്നാട് പോലീസ് വന്നു. പിടിച്ചു കൊണ്ട് ഇടിച്ച് തൂടിച്ച് കുറെ നാൾ അകത്ത് കിടന്നു. കോടികളെ ഒഴിവ് മേടിച്ച്. എന്നിട്ട് ആ പുള്ളി തിരിച്ചു വന്നിട്ട് ഇവിടെ പഞ്ചായത്ത് മെമ്പറായിട്ട് ജയിച്ച് UDF-ന്റെ പഞ്ചായത്ത് മെമ്പറായോ? പഞ്ചായത്ത് മെമ്പറായിട്ട് ജയിച്ച് ഇയാളെ മരിച്ചും പോയി. ഇടിയും അത് കൂട്ട് ഇടിയിലെ മരിച്ചത്. അത് കൂട്ട് സ്ഥല കേരളം. UDF LDF എല്ലാം ചെയ്യാം. ബാങ്ക് മോഷ്ടാവ് അതൊരു പ്രമാദമായ കേസായിരുന്നു.
പ്രമാദമായ കേസ്, ഭയങ്കര കേസ് വരുന്നത്. വ്യക്തമാണ്. അപ്പൊ സെബീന കൂടി എന്നോട് ശ്രീമതി സെബീന കുറേ ദിവസമായി പൊതുഗതിയിലേക്ക് വിളിച്ചു. ഞാൻ കഴിഞ്ഞ ദിവസം ശ്രീമതി സെബീന വിളിക്കുമെന്നൊക്കെ വിചാരിച്ചു. കാരണം നമ്മൾ ഈ പല കേസുകൾ വന്നപ്പോൾ, പക്ഷേ യൂട്യൂബിൽ അവർ കമൻറ്റ് ചെയ്തു വിളിച്ചിട്ട് കിട്ടുന്നില്ല. ശ്രീമതി സെബീന, അപ്പോൾ ഈ തട്ടിപ്പ് സംഘങ്ങൾ ഇങ്ങനെ പെരുകുന്നു എന്ന് കേൾക്കുമ്പോൾ ഇതിൽ പലപ്പോഴും സ്ത്രീകൾ ചെന്ന് വളരെ പെട്ടെന്ന് ഇതിൽ പെടാറുണ്ടല്ലേ? അത് സ്ത്രീകളൊന്നും മാത്രമൊന്നുമില്ല മീനു. ഇതില് ഈ പറ്റിക്കാൻ വേണ്ടിയിട്ട് വളരെ കെയർഫുൾ ആയിട്ട് ഒരു വിഭാഗമുണ്ട്, പറ്റിക്കപ്പെടാൻ വേണ്ടിയിട്ട് കുറച്ച് പാവങ്ങളും ഉണ്ട്. അപ്പൊ ഇതില് എന്റെ സൗണ്ടൊക്കെ ശരിയാണ്, കാരണം എനിക്ക് സൗണ്ട് ഒന്നും ഇല്ലായിരുന്നു. കുറച്ച് ദിവസം കൊണ്ട് ഇൻഫെക്റ്റഡ് ആയി പോയി ഞാൻ. തൊണ്ട അത് ഇപ്പൊ ഇവിടെ മൊത്തത്തിൽ ഈ കാലാവസ്ഥയുടെ ഒരു പ്രശ്നമെന്നാ പറഞ്ഞു. പലർക്കും തൊണ്ടയിൽ ഒരു കിച്ചുണ്ട്. എനിക്ക് കുറച്ച് ഫീവറൊക്കെ ആയിരുന്നു. അങ്ങനെ എനിക്ക് വിളിക്കാനൊന്നും കുറച്ച് ദിവസം പറ്റിയിട്ടുണ്ടായില്ല, സൗണ്ട് പോയിട്ടാണ്. ഈ തട്ടിപ്പിന്റെ കേസ് പറഞ്ഞാല് പല ഇപ്പൊ CSR ഫണ്ട് എന്നൊക്കെ പറഞ്ഞ CSR ഫണ്ടൊക്കെ യൂട്ടിലൈസ് ചെയ്യേണ്ട ഒരുപാട് എന്താണ് പ്രൊസീജിയേഴ്സ് ഒക്കെ ഉണ്ട്. അത് എവിടെ ഉപയോഗിക്കാം, ആരിൽ നിന്നാണ് അത് കിട്ടുന്നത്, അത് എങ്ങനെ ഡൈവേർട്ട് ചെയ്യാം എന്നുള്ളതൊക്കെ. ഞാൻ ആ പിക്ചറിൽ നിങ്ങൾ കാണിക്കുന്നതിൽ അയാളുടെ ആ ടേബിളിന്റെ പുറത്ത് കുറെ ബുക്സ് ഇരിക്കുന്നത് ഞാൻ നോട്ടീസ് ചെയ്യുന്നു. അതിൽ CSRന്റെ അലോക്കേഷനെ കുറിച്ചൊക്കെ ആണെന്ന് തോന്നുന്നു. അത് ആൾക്കാരെ ഇങ്ങനെ കാണിക്കാൻ വേണ്ടിയിട്ടായിരിക്കാം അത് വെച്ചിരിക്കുന്നത്. കാരണം ഫെമിലിയർ ബുക്സ് ആണ് അതൊക്കെ. അപ്പൊ ഇതൊക്കെ പുള്ളി തുറന്നു നോക്കിയിട്ടുണ്ടോ എന്നുള്ളത് വലിയ സംശയമാണ്. എന്നാൽ എന്തായാലും വാങ്ങി വെച്ചിട്ടുണ്ട്. ഇതിൽ ഇതൊക്കെ ഒരു സൈഡിൽ നിൽക്കുമ്പോഴും ഇവരിങ്ങനെ ഈ കൊച്ചിൻ കോർപ്പറേഷനിൽ ഇവര് ഡെഫിനറ്റ്ലി ഇവര് ഷോപ്സ് ആൻഡ് എസ്റ്റാബ്ലിഷ്മെന്റിന്റെ ഒരു ലൈസൻസ് ഹോൾഡർ ആയിരിക്കണം. അപ്പൊ എന്ത് ബിസിനസിന് വേണ്ടിയിട്ടാണ് ഇവർ ഈ ലൈസൻസ് എടുത്തു എന്നുള്ളത് കൊച്ചിൻ കോർപ്പറേഷൻ ആദ്യം അത് ഫിക്സ് ചെയ്യണമായിരുന്നു. പിന്നെ ഇവര് എന്താണ് മോർ ദാൻ വൺ എന്ന് വെച്ചാൽ 3-4 ഓഫീസേഴ്സ് ഒക്കെ ഇവരിങ്ങനെ സ്റ്റാർട്ട് ചെയ്യുന്നു. അപ്പൊ എന്താണ് ഇവരുടെ പർപ്പസ് എന്നുള്ളത് ഇതിൽ കൊച്ചിൻ കോർപ്പറേഷന്റെ ഒരു വലിയൊരു നെഗ്ലിജൻസ് ഡെഫിനറ്റ്ലി അത് ഉണ്ടായിട്ടുണ്ട്. കാരണം കാരണം ഇദ്ദേഹത്തിന്റെ പേര് പോലും ഐഡന്റിറ്റി പോലും ഇയാള് കോംപ്രമൈസ് ചെയ്തിരിക്കുന്നു എന്നുള്ളതാണ്. ഈവൻ ഇയാള് ബേസിക്കലി ഒരു ക്രിമിനൽ കൂടെയാണ്. അപ്പൊ ഇതൊക്കെ തന്നെ വലിയ വലിയ എന്താണ് വീഴ്ചകളാണ് അവരുടെ. ഇപ്പൊ തട്ടിപ്പിന്റെ വേറൊരു ഭാഗം പറയുകയാണെങ്കിൽ ജോലി തട്ടിപ്പ് ഇപ്പോഴും സുഗമമായിട്ട് നടക്കുന്ന ഒന്നാണ്. എഡ്യൂക്കേറ്റഡ് കേരളത്തിലെ മാക്സിമം എല്ലാവരും എഡ്യൂക്കേറ്റഡ് ആണ്. അതിൽ മാക്സിമം യങ്സ്റ്റേഴ്സും പുറത്തേക്ക് പോകണമെന്ന് ആഗ്രഹിക്കുന്നവരാണ്. അപ്പൊ അത് ഇവിടുത്തെ ഏറ്റവും വലിയൊരു തട്ടിപ്പിന്റെ ഭാഗമാണ്. റീസെന്റ് ഈവൻ ലാസ്റ്റ് വീക്ക് ഞാൻ എക്സ്പീരിയൻസ് ചെയ്ത ഒരു കാര്യമാണ്. നമുക്കറിയുന്ന ഒരു കുട്ടിക്ക് കുവൈറ്റില് നിഫ എന്ന് പറയുന്ന ഒരു ഹോസ്പിറ്റലിലേക്ക് ഒരു അപ്പോയിന്റ്മെന്റ് ഓർഡറാണ് ത്രൂ മെയിൽ വന്നിട്ടുള്ളത്. അപ്പൊ അവർ എന്നെ അപ്രോച്ച് ചെയ്തിട്ട് ഇതിന്റെ ഒരു ജെന്യൂൻനെസ് എന്താണെന്നൊന്ന് നോക്കി പറയണം, അല്ലെങ്കിൽ ഒന്ന് അന്വേഷിച്ച് പറയണമെന്നാണ് എന്നോട് ആവശ്യപ്പെട്ടപ്പോൾ ഞാനത് ക്ലിയർ കട്ടായിട്ട് നോക്കുമ്പോൾ അതിന്റെ എല്ലാം ഈവൻ വെബ്സൈറ്റ് പോലും കറക്റ്റായിട്ട് അവർ അതെല്ലാം കൊടുത്തിട്ടുണ്ട്. ഈവൻ വളരെ ചെറിയ ലെറ്റേഴ്സിൽ ലാസ്റ്റ് ഈ അവര് കോണ്ടാക്ട് ചെയ്യാൻ പറഞ്ഞിരിക്കുന്ന മുംബൈയിലെ കുവൈറ്റ് എംബസിയുടെ ഓഫീസർ, ആ ഓഫീസറുടെ പേര് പോലും കറക്റ്റ് ആണ്. പക്ഷേ അതിന് താഴെയായിട്ട് അവരെ കോണ്ടാക്ട് ചെയ്യാൻ പറഞ്ഞിരിക്കുന്ന ഒരു മൊബൈൽ നമ്പർ ആൻഡ് ഇമെയിൽ ID, ആ മൊബൈൽ നമ്പറും ഇമെയിൽ IDയും ഈവൻ അവര് വളരെ സിമിലർ ആയിട്ട് ചെയ്തിട്ടുണ്ടെങ്കിലും അതിന്റെ എക്സ്റ്റൻഷൻ എന്ന് പറയുന്നത് പിന്നെ ഒരു റോങ് ആയിരുന്നു. കാരണം ആ എക്സ്റ്റൻഷൻ അല്ല, അത് .in വരുന്നതിന്റെ അടുത്ത് ഇവര് .com അങ്ങനെയൊക്കെ വരുന്ന എക്സ്റ്റൻഷൻസ് ഉണ്ടല്ലോ, അതിൽ മാത്രമായിരുന്നു വ്യത്യാസം. അപ്പൊ അത് വെച്ചിട്ടാണ് ഞാനത് നോക്കിയിട്ട് ഞാൻ പറഞ്ഞു ഇത് ശരിക്കും, കാരണം ഇവര് പറയുന്നുണ്ട് ശമ്പളമൊക്കെ ഹൈ സ്കെയിലാണ് എല്ലാമാണ്. പക്ഷെ ഇവര് അതിനിടയിൽ പറഞ്ഞിരിക്കുന്ന ഒരേ ഒരു ക്ലോസ് ആണ് എന്ന് വെച്ചാല് നിങ്ങൾ ഇതിന്റെ ഫസ്റ്റ് ഇതിന്റെ വിസ പ്രോസസിംഗ് ചാർജസ് ആയിട്ട് ഇത്ര ലക്ഷം രൂപ അവർക്ക് കൊടുക്കണം. അത് ദാറ്റ് വിൽ ബി റീഇംബേഴ്സ്ഡ് ആഫ്റ്റർ സം ടൈം എന്നുള്ളതാണ്. അപ്പൊ ആ കാശ് മതി ഇവർക്ക് ആ തട്ടിപ്പിന് മാത്രമായിട്ട്. ലേറ്റർ ഇവർക്ക് പിന്നെ ഒരു ജോലി അല്ലെങ്കിൽ ഇവര് ഈ ടിക്കറ്റ് ഒക്കെ എടുത്ത് അവിടെ ചെന്നിട്ട് ഇവർ അതുപോലെ തന്നെ തിരിച്ചു വരുന്ന ഒരു അവസ്ഥ ഉണ്ടാവാം. കാരണം അങ്ങനെ ഒരു സ്ഥാപനമുണ്ട് എല്ലാം തന്നെ ഉണ്ട്, പക്ഷെ ആ സ്ഥാപനത്തിൽ ഇങ്ങനെ ഒരു വേക്കൻസി ഇല്ല. അപ്പൊ ആളുകളെ ഇങ്ങനെ പലരും ഒരു ജോലിയൊക്കെ പഠിച്ച ഒരു ജോലി കിട്ടാൻ വേണ്ടി നിൽക്കുമ്പോൾ അവരുടെ അച്ഛനും അമ്മയും ഒക്കെ ഇങ്ങനെ ആഗ്രഹിക്കുന്നുണ്ട് മകനൊരു മകൾക്ക് നല്ലൊരു ജോലി കിട്ടുന്നത്. അപ്പൊ അതിന് അവരുടെ ഒരു ആയുഷ്കാലത്തെ മുഴുവൻ സമ്പാദ്യം കൊടുക്കാൻ തയ്യാറായ അത്തരം മനുഷ്യരുടെ പണമാണ്. സമ്പാദ്യമായിരിക്കത്തില്ല, അത് കടം എങ്ങാനും വാങ്ങിയായിരിക്കും അവർ കൊടുക്കേണ്ടി വരിക. അപ്പൊ അതുകൊണ്ടാണ് അവര് ആ ഒരു ഓഫർ ലെറ്റർ കൊണ്ടുവന്നിട്ട് ഇതിന്റെ ഒരു ഒതന്റിസിറ്റി ഒന്ന് ചെക്ക് ചെയ്തിട്ട് ഒന്ന് പറയണം എന്ന് ആവശ്യപ്പെട്ടത്. അതുകൊണ്ടാണ് ഞാനത് നോക്കിയതും. ലാസ്റ്റ് ഞാൻ പറഞ്ഞു നിങ്ങൾ ഒരു കാരണവശാലും ഇതിനെ റെസ്പോണ്ട് പോലും ചെയ്യരുത്. വ്യക്തമാണ്. അപ്പൊ ഏതായാലും കൃത്യമാണ്. അപ്പൊ ആ ഒരു സന്ദേശം ആളുകൾ കിട്ടട്ടെ. അപ്പൊ സ്വാഭാവികമായി ഇതുപോലെ പരിശോധിക്കട്ടെ. അപ്പൊ മറ്റു പ്രേക്ഷകർ കൂടി നിൽക്കുന്നതുകൊണ്ടാണ് പീറ്റർ മലപ്പുറത്ത് നിന്ന് എന്നോടൊപ്പം ചേരുന്നു. ശ്രീ പീറ്റർ,
യെസ്, ഷാജി കൂടി എന്നോടൊപ്പം ഉണ്ട് കോട്ടയത്ത് നിന്ന്. ഷാജി കേൾക്കാമോ? ഓക്കെ, ഞാൻ ഷാജിയിലേക്ക് വരാം. അപ്പോൾ സൂര്യൻ കൃഷ്ണൻ എന്നോട് പറയുന്നു, ഏതായാലും മനുഷ്യൻ കുറേ കഴിയുമ്പോൾ എല്ലാ കാര്യങ്ങളും മറക്കും, അത് തന്നെ ആണ് ഡിലീറ്റായി പോകുമ്പോൾ ഇതെല്ലാം ചെയ്യുമെന്നാണ് പറയുന്നത്. ജനമെല്ലാം മറന്നു എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ ഗോളാന്തരം എന്നോടൊപ്പം ചേർന്നിട്ടുണ്ട്, ഗ്ലാഡിയേറ്റർ വന്നിട്ടുണ്ട്. ബിജു രാധാകൃഷ്ണൻ്റെ കുടുംബത്തിൽ വലിയ ഉന്നത ഉദ്യോഗസ്ഥരുണ്ടോ എന്നൊക്കെ എന്നോട് ചോദിക്കുന്നുണ്ട്. അപ്പോൾ ബിജു രാധാകൃഷ്ണനെ അടിച്ചുവിടുന്നത് അയാൾക്ക് പിന്നെ അയാളുടെ കുടുംബത്തിൽ വലിയ കക്ഷികളുണ്ട് എന്നൊക്കെ അടിച്ചുവിടുന്നതിൻ്റെ വീഡിയോ കൂടി അനീഷ് പുറത്തു വിട്ടു. അദ്ദേഹത്തിൻ്റെ ബന്ധുക്കൾ SBIയുടെ മാനേജറാണ്, കസ്റ്റംസിൽ കമ്മീഷണറാണ്, അങ്ങനെയൊക്കെയുള്ള തട്ടിപ്പുകൾ അടിച്ചുവിടുകയാണ്. തട്ടിപ്പിന് വേലി കെട്ടിയടച്ചാലും കുറച്ച് കഴിയുമ്പോൾ അത് തുറക്കും എന്ന് പറയുന്നു. ഇപ്പോഴകത്ത് കിടക്കുന്നവർക്ക് പഞ്ചായത്ത് പ്രസിഡൻറ്റിൻ്റെ ശമ്പളമാണ്. പാവപ്പെട്ട ആശാ വർക്കർമാർ അങ്ങോട്ട് പോയാൽ അവർക്ക് ഇതിനേക്കാൾ പൈസ കിട്ടുമെന്നൊക്കെ എന്നോട് ജയകുമാർ പറഞ്ഞു. ജയിലിലാണ് ഇപ്പോൾ സുഖം ഇപ്പോൾ എന്ന അർത്ഥം വരുന്ന ഒരു പരിഹാസമാണ്. അപ്പോൾ ഇവിടെ പണിയെടുക്കുന്ന പാവം ആശാ വർക്കർമാർക്ക് ജയിലിലുള്ളതിനേക്കാൾ കുറവാണ് ആനുകൂല്യം കിട്ടുന്നത് എന്ന് പറയുന്നു. അപ്പോൾ അങ്ങനെ നിരന്തരം പലതരത്തിലുള്ള അഭിപ്രായങ്ങൾ എനിക്ക് വരുന്നുണ്ട്. യെസ്, അതോടൊപ്പം തന്നെ ഇത് വളരെ വളരെ സൂക്ഷ്മമായി നമ്മുടെ അനീഷ് നടത്തിയ ഒരു അന്വേഷണത്തിൻ്റെ ഫലമായാണ് ഇത് പുറത്തു വന്നത്. കാരണം അനീഷ് ഇത്തരത്തിലൊരു സംഭവം കേട്ടപ്പോൾ അയാൾ ഇതിൻ്റെ പുറകെ അന്വേഷിച്ച് ചെല്ലുകയും പിന്നീട് ഇതെന്താണ് വസ്തുത എന്ന് മനസ്സിലാക്കാനായി വലിയ പ്രയത്നം നടത്തുകയും ചെയ്തു. ആദ്യഘട്ടത്തിൽ ഇതിനകത്തേക്ക് അനീഷിന് പ്രവേശനം ലഭിച്ചില്ല. പല സന്നദ്ധ സംഘടനകളുടെ പേരിൽ ഒക്കെ അനീഷ് അങ്ങോട്ടേക്ക് ചെന്നു. അങ്ങനെ അവസാനം 4ാമത്തെ തവണയാണ് അനീഷിന് ഈ ബിജു രാധാകൃഷ്ണനെ കാണാൻ കഴിഞ്ഞത്. കണ്ടപ്പോൾ തന്നെ അനീഷിന് കാര്യം മനസ്സിലായി, സോളാർ തട്ടിപ്പ് കേസിലെ പ്രതിയാണ് എന്ന് മനസ്സിലായി. അപ്പോൾ കൊച്ചി കാക്കനാടുള്ള മെറിഡിയൻ എന്ന സ്ഥാപനത്തിലാണ് എത്തിയത്. അപ്പോൾ സന്നദ്ധ സ്ഥാപനങ്ങൾക്ക് വൻ കോർപ്പറേറ്റുകളിൽ നിന്ന് ഈ CSR ഫണ്ടുകൾ കിട്ടും, ആ ഫണ്ട് ഞാൻ തരപ്പെടുത്തി തരാം എന്ന് പറഞ്ഞാണ് ഈ തട്ടിപ്പ് നടത്തിയത്. അതാണ് ഒരു ബിസിനസ്സായി കൊണ്ടു നടക്കുന്നത്. അപ്പോൾ ആ ഫണ്ട് കയ്യിൽ എത്താനായിട്ട് കുറച്ച് പൈസ വേണം, ആദ്യം അതിൻ്റെ പ്രോസസ്സിങ് ചാർജ് എന്നൊക്കെ പറഞ്ഞ് ഒക്കെ തരും. അപ്പോൾ അങ്ങനെയാണ് ഈ തട്ടിപ്പ് നടത്തുന്നത്. അപ്പോൾ എന്നോടൊപ്പം അരുണ ഗിരിധരൻ. നമസ്കാരം. അങ്ങയുടെ വീട് എവിടെയാണ്? പാലക്കാട് എവിടെയാണ്? പാലക്കാട് ചിറ്റൂരാണ്. അതെ. ഓക്കെ. അപ്പോൾ ഈ തട്ടിപ്പ് ചിറ്റൂര് പക്ഷേ ഇത്ര വലിയ തട്ടിപ്പുകാർ വരാൻ സാധ്യതയില്ലല്ലേ? ഇല്ല സാർ, ചിറ്റൂരൊക്കെ നല്ലൊരു പ്രദേശമാണ്. അവിടെ ഇവിടെ പൊതുവെ തട്ടിപ്പിന് ഇരയാകുന്ന ആൾക്കാർ വളരെ വളരെ കുറവാണ്. തട്ടിപ്പ് ചെയ്യുന്നവർ കുറവാണ്, പക്ഷെ അവിടെ ആളുകൾ ഇരയാകുന്നുണ്ടോ? കാരണം നിഷ്കളങ്കരായ ഇരയാകുന്നുണ്ടോ വെച്ചാൽ അത് ഈ മനുഷ്യന് ഈ കൂടുതൽ ആഗ്രഹം വരുമ്പോഴല്ലേ ഈ പ്രശ്നങ്ങളൊക്കെ വരിക. അപ്പോൾ ചിറ്റൂരുകാർ സ്വതവേ കർഷകരാണ്, അവർ കൃഷി നന്നായി വരണം എന്ന് ആഗ്രഹിക്കുന്നവരാണ്. അതെ അതെ, തീർച്ചയായിട്ടും സത്യസന്ധമായിട്ടുള്ള ആൾക്കാരാണ്. അപ്പോൾ അവരധികം തട്ടിപ്പിൽ പെടുന്നില്ല എന്നാ പറയുന്നത്? പെടാൻ സാധ്യത കുറവാണ് അല്ലേ? കുറവാണ്. ഓക്കെ, അപ്പോൾ വ്യക്തമാണ് താങ്കളുടെ അഭിപ്രായം. ഓക്കെ, അപ്പോൾ അജയ് കുമാർ കൂടി എന്നോടൊപ്പം ചങ്ങനാശ്ശേരിയിൽ നിന്ന് ചേരുന്നുണ്ട്. അജയ് കുമാർ, ഈ ബിജു രാധാകൃഷ്ണൻ അമൃതാനന്ദമായി മഠത്തിന് ഞാൻ പൈസ വാങ്ങിച്ചു കൊടുത്തു, ഉത്തർപ്രദേശിലെ ഫരീദാബാദിൽ ഈ മഠം ഒരു ആശുപത്രി സ്ഥാപിച്ചു, അതൊക്കെ ഞാൻ ചെയ്തു കൊടുത്താൽ അങ്ങ് അടിച്ചു വിടുകയാണ്. അപ്പോൾ വിവിധ ഇടത്ത് മെഡിക്കൽ കോളേജുകൾ ഞാൻ സ്ഥാപിച്ചു എന്നൊക്കെ പറഞ്ഞു. ഞാൻ UK ഇപ്പോൾ വന്നേ ഉള്ളൂ, കുറച്ചായിട്ടുള്ളൂ. UK നമുക്കറിയാമല്ലോ, ബിജു രാധാകൃഷ്ണൻ ഏത് UK എന്ന് കേരളത്തിലെ ജനങ്ങൾക്കറിയാമല്ലോ. ഇങ്ങനെയൊക്കെ പറയുമ്പോൾ ഇത് പറഞ്ഞ് നിരവധി പേർ പെട്ടിട്ടുണ്ടെന്നാണ് ഇപ്പോൾ അന്വേഷണം നടത്തിയ ഒരു രഹസ്യ അന്വേഷണത്തിൽ മനസ്സിലാകുന്നത്. അതിൽ ചില വൈദികരൊക്കെ ഉണ്ടോ എന്നൊക്കെ അന്വേഷണം സംശയം തോന്നിയിട്ടുണ്ട്. അപ്പോൾ അവരെയൊക്കെ അന്വേഷിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. അല്ല, ആദ്യമായിട്ട് ന്യൂസ് 18 ക്രൂവിനെ ഞാൻ എൻ്റെ അഗൈതമായ ഇത് രേഖപ്പെടുത്തുകയാണ്, അഭിനന്ദനം രേഖപ്പെടുത്തുകയാണ്. ഞാനിതൊരു 4:45 ആയപ്പോഴ് ന്യൂസ് 18 ഞാൻ ഈ വാർത്ത കണ്ടു. ഈ വാർത്ത കണ്ടപ്പോൾ എനിക്ക് ആദ്യം വിശ്വസിക്കാൻ പറ്റിയില്ല. ഞാൻ ശരിക്കും ഇത് ശരിയാണോ എന്നുള്ള രീതിയിൽ മഞ്ജു സാർ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. കുറച്ചു നേരം ശ്രദ്ധിച്ചു കഴിഞ്ഞപ്പോൾ അവർ ഡീറ്റെയിൽ ആയിട്ട് കിട്ടുന്നില്ല. അപ്പൊ ഈ വാർത്തകൾ ഇങ്ങനെ പറഞ്ഞു പോകുന്നു, ഈ ബിജുരാഷിന്റെ ഓഫീസ് ഇതെല്ലാം കാണിക്കുന്നു. ഞാൻ അന്നേരമാണ് ഞാൻ തന്നെ മനസ്സിലാക്കുന്നത് ഈ മനുഷ്യനെ ജയിലിൽ നിന്ന് വിട്ടു എന്നുള്ളത്. സത്യം പറഞ്ഞാൽ എനിക്ക് എന്റെ വിചാരം അയാൾ ഇപ്പോഴും ജയിലിലാണെന്നുള്ളതാണ്. ഓക്കെ, ഇനി ഈ വിഷയത്തിലേക്ക് വരാം. അയാളൊരു ഓഫീസ് തുടങ്ങി, ഈ CSR ഫണ്ട് വെട്ടിക്കുന്നു, ഇന്ന രീതിയിലൊക്കെ ഒരു ഓഫീസും തുറന്ന് ഒരു ഈ കൊച്ചിയെ പോലൊരു സിറ്റിയിൽ ഇരിക്കുമ്പോൾ ഇതിന് ലൈസൻസ് എവിടെ നിന്ന് കിട്ടി? ഒരു ഓഫീസ്, എന്തെങ്കിലും ഒരു ഓഫീസ് ആയിക്കോട്ടെ, എന്തെങ്കിലും ഒരു ബോർഡ് വെക്കണമെങ്കിൽ കോർപ്പറേഷന്റെയോ അല്ലെങ്കിൽ പഞ്ചായത്ത് പറമ്പിലാണെങ്കിൽ പഞ്ചായത്തിന്റെ ഒരു ലൈസൻസ് വേണമല്ലോ. പിന്നെ വിജിലൻസ് സംവിധാനങ്ങൾ നമ്മളിപ്പോൾ വിളിച്ച പലരും ഇതിനോടകം പറഞ്ഞു കഴിഞ്ഞു. ഞാൻ ആവർത്തിച്ചുകൂടെ ചെയ്യുകയാണ്, നമ്മുടെ സംസ്ഥാനത്തെ വിജിലൻസ് സംവിധാനത്തിന് എവിടെയാണ് ഈ പരാജയം സംഭവിച്ചിരിക്കുന്നത്? അവർ ഒരുപാട് കാര്യങ്ങൾ ഇതുപോലെയുള്ളത് മനസ്സിലാക്കണ്ടേ?
ഇതുപോലെയുള്ള ഒരു നാളെ ഒരു ടെററിസ്റ്റ് ഓപ്പറേഷന്റെ ഭാഗമായിട്ട് ഇത്തരം കാര്യങ്ങൾ നടത്തിയെന്നിരിക്കാം. അല്ല, ഞാൻ പറയുന്നത് ഈ തട്ടിപ്പുകാരൊക്കെ ഒന്ന് പുറത്തിറങ്ങുമ്പോൾ ഇവർ പിന്നെ എന്ത് ചെയ്യും? സാധാരണ പണ്ട് അങ്ങനെ ഉണ്ടായിരുന്നില്ല അജയകുമാർ? ഈ മോഷണ കേസിൽ പ്രതികളായവർ എന്ത് ചെയ്യുന്നു എന്ന് പോലീസ് നിരന്തരം വാച്ച് ചെയ്യുന്ന ഒരു രീതിയൊക്കെ ഉണ്ടായിരുന്നു. ഇവരെ നിരന്തരം വാച്ച് ചെയ്യുമായിരുന്നു. ഉറപ്പായിട്ടും ഇവരെ പോലുള്ളവർ പലരും പറഞ്ഞും എഴുതിയും ഒക്കെ കണ്ടിട്ടും കേട്ടിട്ടും ഒക്കെ ഉണ്ട്. കാരണം ഇവർ വൺസ് ഇറങ്ങിക്കഴിഞ്ഞാൽ പിന്നെ ഇവരുടെ പിന്നാലെ പോലീസ് നടക്കുന്നു, എന്തെങ്കിലും ചെയ്ത് കഴിഞ്ഞാൽ പോലീസ് പിടിക്കുന്നു എന്നൊക്കെ ഇവർ തന്നെ പറഞ്ഞു കേട്ടിട്ടുണ്ട്. മനസ്സിലല്ലേ? പക്ഷെ ഇതെല്ലാം വളരെ ലാഘവത്തോടു കൂടി നമ്മുടെ കേരളത്തിൽ നടക്കണമെന്നുണ്ടെങ്കിൽ, തമാശയ്ക്ക് വേണ്ടി ഒന്ന് ആവർത്തിച്ചൂടെ പറയാൻ പലരും പറഞ്ഞത്, നമ്മുടെ DGP അല്ലേ പോയി ഒരു മോൺസൺ മാവുങ്കന്റെ ഒരു കസേര കയറി ഇരുന്നിട്ട് മഹാരാജാവിന്റെ കസേരയാണെന്നൊക്കെ പറഞ്ഞ അംശവടിയോ എന്താ മോശയുടെ വടിയാണ് കയ്യിൽ പിടിച്ചിരിക്കുന്നത്. അംശവടി ഇതൊക്കെ അല്പം സെൻസുള്ള ഒരാൾ ചെയ്യുമോ എന്നുള്ളതാണ്. ചെയ്യത്തില്ല. അപ്പൊ അവരെ പോലുള്ളവരാണ് ഈ നമ്മുടെ ഇതിനൊക്കെ വളം വെച്ചു കൊടുക്കുന്നത് അല്ലേ? യെസ്. അപ്പൊ നമ്മുടെ സമയം അവസാനിക്കാറായതുകൊണ്ടാണ് ഏതായാലും അങ്ങയുടെ അഭിപ്രായം വ്യക്തമാണ്. ജനകൻ വളരെ ചുരുങ്ങിയ വാക്കുകളിൽ. ശ്രീ ജനകൻ കൊല്ലത്താണ് വിളിക്കുന്നത് അല്ലേ? അതെ അതെ അതെ. കൊല്ലത്ത് എവിടുന്നാണ് വിളിക്കുന്നത്? ഹലോ, കൊല്ലത്ത് എവിടുന്നാ? ചിന്നക്കടയിൽ നിന്നാണോ? കൊല്ലത്ത് അഞ്ചാലുംമൂട്. അഞ്ചാലുമൂട്. ആ, ഓക്കെ ഓക്കെ. ആ, ആദ്യമായിട്ട് നിങ്ങളുടെ ക്രൂവിന് ഒരു വലിയ അഭിനന്ദനങ്ങളും ഒത്തിരി നന്ദിയുണ്ട്. ഞാൻ എപ്പോഴും ന്യൂസ് 18 കാണുന്ന ഒരാളാണ് കേട്ടോ. വളരെ ന്യൂട്രലായിട്ട് കാര്യങ്ങളെ വിശകലനം ചെയ്യാനും റിസർച്ച് ചെയ്യുന്ന ഒരു ചാനല് വേറെ ഈ മലയാളത്തിലായാലും ഹിന്ദിയിലായാലും, ഹിന്ദി ഞാൻ കുറെ കാണുന്നില്ല, ഞാൻ കണ്ടിട്ടില്ല. അതിന് ഞാൻ നിങ്ങളെ പ്രത്യേകമായിട്ട് അഭിനന്ദിക്കാം. പിന്നെ എനിക്ക് പറയാനുള്ളത്, ഈ നമ്മുടെ കേരളം 100% സാക്ഷരത, അതാണ് ഇന്റലിജൻസ് ആണ്, മാടയാകൂടെ, ഇതൊക്കെ ചുമ്മാ പറയുന്നത്. ഏറ്റവും കൂടുതൽ വെട്ടിക്കലും തട്ടിക്കലും കിട്ടുന്ന നല്ല എഡ്യൂക്കേറ്റഡ് ആയിട്ടുള്ള ആൾക്കാരില്ല. ഈ ഞാൻ ഒരു കാര്യം പറഞ്ഞോട്ടെ. ഈ അടുത്ത സമയത്ത് എന്റെ ഒരു സുഹൃത്ത് സൈബർ സെല്ലുണ്ട്. അവിടെ ഒരു മനുഷ്യൻ ചെന്നിട്ട് പറഞ്ഞു, എനിക്കൊരു 40,000 രൂപയുടെ തട്ടിപ്പോഴെന്ന്, നിങ്ങളൊക്കെ എന്തോ അവിടെ നോക്കിയിരിക്കുന്നു പറഞ്ഞ് സൈബർ സെൽ ഓഫീസർമാരെ കയറി അങ്ങ് ചാടിച്ചെടുപ്പോൾ അവർക്ക് മനസ്സിലായി ഇവരെന്തോ വലിയ ഓഫീസറായി വന്നിരിക്കുന്നത്. എന്നിട്ട് അവർ നോട്ടിൽ കൂടെ ചോദിച്ചു, സാർ എന്തോ ചെയ്യുന്നത് എന്ന് പറഞ്ഞു. ഞാൻ SBI മാനേജറായിട്ട് റിട്ടയർഡ് ആയത്, അറിയോ നിങ്ങൾക്ക്? സിനിമയിൽ കണ്ട സംഭവമാണ്. അതേപോലെ ഏതായാലും സമയം അതിക്രമിച്ചുകൊണ്ടാണ്. അപ്പൊ അങ്ങയുടെ നിലപാടൊക്കെ വ്യക്തമാണ്. അഭിനന്ദനങ്ങൾക്ക് നന്ദി. നമുക്ക് ഒരു ദിവസം കുറച്ചുകൂടെ വിശദമായി സംസാരിക്കാം. ഓക്കെ. പക്ഷേ ഒരു വരി കൂടി ഷൈജു അങ്കമാലിയിൽ നിന്ന് എന്നോടൊപ്പം ചേരുന്നുണ്ട്. ഷൈജു, ഹലോ. വളരെ ചുരുങ്ങിയ വാക്കുകളിൽ. സാറേ, ഇത് ഈ ഒരു തട്ടിപ്പിനെ പറ്റി നമുക്ക് ഇവിടെ ഒരു നമ്മുടെ നാട്ടിൽ ഇതേപോലെ ഒരു തട്ടിപ്പ് നടന്നിട്ടുണ്ട്. അപ്പൊ ഈ നമ്മുടെ നാട്ടിലൊരു പയ്യൻ, ഒരു ഏലിയാസ് പറഞ്ഞിട്ടൊരു പയ്യൻ ഇതുപോലെ എന്തോ ബിസിനസ് ഒക്കെ തുടങ്ങാമാണ് എന്ന് പറഞ്ഞിട്ട് നാട്ടിലും അവരുടെ റിലേറ്റീവ്സിന്റെ അടുത്ത് നിന്നൊക്കെ കുറെ പൈസകൾ വിരിച്ചിട്ടുണ്ടായിരുന്നു. അപ്പൊ ഈ ലാസ്റ്റ് ബിജു ജോർജ് എന്ന് പറഞ്ഞൊരു അഡ്വക്കേറ്റാന്ന് പറഞ്ഞിട്ട് എറണാകുളത്ത് ഒരു വക്കീലുണ്ട്, ആളുടെ വൈഫ് വക്കീലാണ് എന്നുള്ള രീതിയിലൊക്കെയാണ് സംസാരിച്ചത്. ലാസ്റ്റ് ഈ പയ്യൻ പറഞ്ഞു ഇത് ബിജു രാധാകൃഷ്ണൻ എന്ന ആളാന്ന് പറഞ്ഞിട്ട്. ബിജു രാധാകൃഷ്ണൻ എന്ന് പറഞ്ഞിട്ടേ ആള് മനോരമയുടെ അടുത്ത് പനമ്പള്ളിയാറിൽ ഓഫീസുണ്ട്. ആള് ബിജു ജോർജ് അഡ്വക്കേറ്റാന്ന് പറഞ്ഞിട്ടാണ് ഈ പയ്യനെ പറ്റിച്ചതെന്നാണ് പറഞ്ഞത്. അതെ അതെ, ആ ഓഫീസാണ് പിന്നെ അടച്ചുപൂട്ടിയത് അല്ലേ? അതാന്ന് തോന്നുന്നു. അവിടെ ജനങ്ങൾ ഈ പയ്യൻ താമസിച്ച വീടടക്കം വിറ്റ് നാട്ടിൽ നിന്ന് മുങ്ങി. ശരി. ഇപ്പൊ അവൻ അതിന് പരാതി കൊടുത്തിട്ടുണ്ടായിന്ന് പറഞ്ഞിട്ട് ഒരു റെസിപ്റ്റ് ഒക്കെ വന്നിട്ട് കാണിച്ചു തന്നായിരുന്നു. അപ്പൊ ഇതേ സംഭവത്തിലാണ് ഷൈജു, ഈ സംഭവം തന്നെയാണെന്ന് എനിക്ക് തോന്നുന്നത്. ഇതിലാ പെട്ടിരിക്കുന്നത്. ഈ സംഭവം തന്നെയാണ്. അപ്പൊ ആളുടെ എന്നിട്ട് ഒരു വോയിസ് റെക്കോർഡ് അങ്ങനെ സംഭവങ്ങളൊക്കെ ഞങ്ങൾക്ക് അയച്ചു തന്നായിരുന്നു. അപ്പൊ അവിടെ തൊട്ട് അയലക്കത്തുള്ള വീടുകളിലൊക്കെ പുള്ളി പറഞ്ഞ എന്തോ ബിസിനസ് തുടങ്ങാണ്, ഒന്ന് സഹായിക്കണം എന്നുള്ള രീതിയിലൊക്കെ പുള്ളി ആളുകളുടെ പുള്ളിയുടെ ബന്ധുക്കളുടെ അടുത്ത് സ്വർണവും അങ്ങനെ കുറെ പൈസ. അപ്പൊ ഒരു മിനിറ്റ് ഷൈജു ഒരു സെക്കൻഡ് ഹോൾഡ് ചെയ്യണേ. അപ്പൊ അനീഷ് ഇത് കേൾക്കുന്നുണ്ട്? അനീഷ് കേൾക്കുന്നുണ്ട്. അനീഷ് നേരത്തെ എന്നോട് പറഞ്ഞ പനമ്പള്ളി നഗറിലുള്ള ബിജു രാധാകൃഷ്ണന്റെ ഓഫീസിൽ നിന്ന് പറ്റിക്കപ്പെട്ട ഒരാളുടെ കഥയാണ് നമ്മുടെ ഷൈജു പറയുന്ന അങ്കമാലിയിൽ. തീർച്ചയായും ഇത്തരത്തിൽ നിരവധി ആളുകൾ അങ്കമാലി പരിസര പ്രദേശങ്ങളിൽ ഒരുപാട് പേർ തട്ടിപ്പിനിരയായിട്ടുണ്ടെന്ന് നമുക്ക് നേരത്തെ തന്നെ വ്യക്തമായിട്ടുണ്ട്. അതിലൊരാളാണ് ഇതെന്ന് നമുക്ക് വ്യക്തമാവുന്നു. ഇദ്ദേഹം പല സമയത്തും ഓഫീസുകൾ തുടങ്ങുകയും അവിടുന്ന് നിരവധി പേരെ തട്ടിപ്പിനിരയായിട്ടും പിന്നീട് അടച്ചുപൂട്ടും. അപ്പൊ അനീഷിനെ ഈ നമ്മുടെ പൊതുവേദിയിലെ പ്രേക്ഷകരെല്ലാം വലിയ തോതിൽ അഭിനന്ദിക്കുകയാണ്. ഇതുപോലെ ഒരു അന്വേഷണം നടത്തുകയും ഈ പോലീസും അതുപോലെ ഉള്ളവരെല്ലാം അന്തം വിട്ട് നോക്കി നിൽക്കുന്ന ഒരു ഘട്ടത്തിൽ അനീഷ് ഇത് വലിയൊരു സ്ട്രെയിൻ എടുത്ത് ഇത് അന്വേഷിച്ച് ഈ വലിയ കേരളം തന്നെ കുടുങ്ങിപ്പോകാവുന്നൊരു വലിയ തട്ടിപ്പിൽ നിന്ന് നൂറുകണക്കിന് മനുഷ്യരെ രക്ഷിച്ചതിൽ ഈ വലിയൊരു അഭിനന്ദനം അനീഷിന് നേരുകയാണ്.
എല്ലാ പ്രേക്ഷകരും. തീർച്ചയായും മനു, നമുക്ക് ഈ പറഞ്ഞ ആളെ തന്നെ ഒരുപക്ഷെ വരും ദിവസങ്ങളിൽ പുറത്തെത്തിക്കാൻ കഴിഞ്ഞേക്കും. കാരണം അദ്ദേഹം പറഞ്ഞ സൂചനകളൊക്കെ വെച്ച് നമ്മൾ ആ ആളെ അന്വേഷിച്ച് പ്രേക്ഷകരുടെ മുന്നിൽ എത്തിക്കും. മറ്റ് ചില പരാതിക്കാരും ഒരുപക്ഷെ വരുന്നുണ്ട്, ഒരുപാട് പേര് വിളിക്കുന്നുണ്ട്. അതുകൊണ്ട് പരാതിക്കാര് ഇനി നേരിട്ട് തന്നെ രംഗത്തിറക്കാനുള്ള സാധ്യതയും സാധ്യതയുണ്ട്. അപ്പോൾ ഏതായാലും ഇത് അനീഷ് അപ്പോൾ അത് അന്വേഷിക്കാമെന്നാണ് ഷൈജു പറയുന്നത്. നോക്കാം നമുക്ക് അതിൻ്റെ ഫലം എന്താകുമെന്ന്. അപ്പോൾ കേരളം പാഠം പഠിക്കുമോ ഇനിയെങ്കിലും എന്നൊരു ചോദ്യം ഞാൻ യൂട്യൂബിൽ പ്രേക്ഷകർക്ക് മുന്നിൽ വെച്ചിരുന്നു. അപ്പോൾ കേരളത്തിലെ വലിയ വിഭാഗം അത് സാധ്യതയുണ്ട്, പഠിക്കും ഞങ്ങൾ എന്നൊക്കെ പറയുന്നുണ്ട്, 42%. പക്ഷേ 58% ആളുകളും പറയുന്നത് ഇനിയും പഠിക്കാൻ സാധ്യതയില്ല എന്നാണ്. ഏതായാലും ഈ സാമ്പത്തിക തട്ടിപ്പുകാർ പൊതുസമൂഹത്തിൻ്റെ വിശ്വാസവും അതുപോലെ ആവശ്യകതയുമൊക്കെയാണ് ചൂഷണം ചെയ്യുന്നത്. അങ്ങനെയാണ് അവർ അതിന് നോക്കിയിട്ടാണ് അവർ ഇരകളെ കണ്ടെത്തുന്നത്. അതിനാൽ പൊതുജനങ്ങളും പോലീസുമൊക്കെ ജാഗ്രത പാലിക്കേണ്ടത് വളരെ അത്യന്താപേക്ഷിതമാണ് എന്ന് ഇത്തരം വാർത്തകൾ നമ്മെ ഓർമ്മപ്പെടുത്തുന്നു. അനീഷിൻ്റെ ഇൻവെസ്റ്റിഗേഷൻ നമ്മെ ഓർമ്മപ്പെടുത്തുന്നു. മുൻകാലങ്ങളിൽ നടന്ന തട്ടിപ്പുകൾ നമ്മെ വലിയ പാഠങ്ങളാണ് പഠിപ്പിക്കുന്നത്. വലിയ വാഗ്ദാനങ്ങൾ നൽകി പെട്ടെന്ന് ലാഭം കൊയ്യാം എന്നൊക്കെ പ്രതീക്ഷിക്കുന്ന മനുഷ്യരാണ് പലപ്പോഴും ഇതിൽ ചെന്ന് വീഴുന്നത്. അത്തരം അവകാശവാദങ്ങൾ എപ്പോഴും വഞ്ചനയുണ്ടാകും അതിന് പിന്നിൽ എന്ന് മനസ്സിലാക്കാൻ കൂടി നമ്മൾ തയ്യാറാവണം. അതുകൊണ്ട് സാമ്പത്തിക ഇടപാടുകളിൽ സുതാര്യത ഉറപ്പാക്കി വേണം നീങ്ങാൻ. സംശയകരമായ നീക്കങ്ങൾ ഉടൻ തന്നെ ബന്ധപ്പെട്ട അധികാരികളെ അറിയിക്കുകയും വേണം. പൊതുജനങ്ങളും പോലീസും സംയോജിതമായി ഇടപെടുകയും ജാഗ്രത പാലിക്കുകയും ചെയ്തില്ലെങ്കിൽ നമ്മൾ വലിയ സാമ്പത്തിക തട്ടിപ്പിന് ഇരയാകാം. അത് തടയാനുള്ള ശക്തമായ ആയുധം ജാഗ്രത പാലിക്കുക എന്നത് തന്നെയാണ്. അപ്പോൾ പൊതുവേദി ഇവിടെ സമാപിക്കുന്നു. നാളെ മറ്റൊരു വിഷയമായി വീണ്ടും കാണാം. നന്ദി, നമസ്കാരം. കൂടുതൽ വാർത്തകൾക്ക് ന്യൂസ് 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.